നന്ദി ധനേഷ് ഡോക്ടറെ. എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1852 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തുന്നത് ഡോക്ടർ TN ശ്രീധരക്കുറുപ്പ് സാറാണ്. MD ഹോമിയോ, MSc സൈക്കോളജി, MSc യോഗ, റിട്ടയർഡ് അസിസ്റ്റന്റ് ഡയറക്ടർ, സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഹോമിയോപ്പതി, കോട്ടയം. 48 വർഷത്തെ ചികിത്സാനുഭവങ്ങൾ. ശിശുക്കളുടെ മാനസിക പ്രശ്നങ്ങളും അവയുടെ ചികിത്സയ്ക്കുള്ള ഹോമിയോപ്പതി പരിഹാരങ്ങളും എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നതിന് ഡോക്ടർ TN ശ്രീധരക്കുറുപ്പ് സാറിനെ ആദരപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. കേൾക്കാമോ? കേൾക്കാം സാറേ. ഓക്കെ, വളരെ നന്ദി. എന്നെ ഈ ഇത്രയും വലുതാക്കിയ ഈ IFPHനും അതുപോലെ തന്നെ ഈ കണ്ടുപിടിച്ച നമ്മുടെ ഫാദർ ക്രിസ്ത്യൻ പാട്രിക് സാമുവൽ ഖാൻ, ഗോപിപുത്ര ഫാദറായ ക്രിസ്ത്യൻ പാട്രിക് സാമുവൽ ഖാനുമാനും അതുപോലെ തന്നെ എന്നെ പഠിപ്പിച്ച സൗണ്ട് കുറവാണല്ലോ. ഇച്ചിരി സൗണ്ട് പോയിരിക്കുക. അല്ല, അടുത്തിരുന്നാ മതി. ഓക്കെ. എന്നെ പഠിപ്പിച്ച, എന്നെ ഇത്രയും ആകാൻ സഹായിച്ച എല്ലാ ബെസ്റ്റ് വിഷേഴ്സിനും ഞാൻ നന്ദി പറഞ്ഞോളൂ. ഇന്നത്തെ വിഷയം കുട്ടികളിൽ പെടുന്ന ചില ദുശീലങ്ങൾ. ഇത് രണ്ടാം ഭാഗമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ADHD ആണ് എടുത്തത്. കുട്ടികളിൽ തുടർച്ചയായി പ്രകടമാകുന്ന അനഭിലഷണീയങ്ങളായ ചില സ്വഭാവങ്ങൾ ഇവിടെ പരാമർശിക്കപ്പെടുന്നത്. ഒന്ന്, വിരൽ കുടിക്കുക. ആദ്യത്തെ 2 വർഷങ്ങളിൽ വിരൽ കുടിക്കുന്ന സ്വഭാവം സർവ്വസാധാരണമാണ്. കുട്ടികൾ വളർന്നു വരുന്നതോടെ ഈ സ്വഭാവം ക്രമേണ കുറഞ്ഞു വരുന്നു. ക്ലിയർ ആണോ ഇപ്പം? 5 വയസ്സാകുന്നതോടെ അപ്രത്യക്ഷമാകുകയാണ് പതിവ്. 3 വയസ്സിന് ശേഷം വിരൽ കുടിക്കുന്ന സ്വഭാവം തുടർച്ചയായി നിലനിന്നാലോ കുറെ കാലം നിർത്തിവെച്ചതിന് ശേഷം വീണ്ടും ഈ സ്വഭാവം പ്രത്യക്ഷപ്പെട്ടാലോ ഒരു അപാകതയായി കണക്കാക്കാം. മിക്ക കുട്ടികളും ചെറുപ്പത്തിൽ പ്രത്യേകിച്ചെന്ന് പറയാൻ കാരണം ഈ അമ്മമാരും ജോലിക്ക് പോകുന്ന കാരണം അമ്മമാർക്ക് സമയാസമയങ്ങളിൽ മുല കൊടുക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി വരുമ്പോൾ കുഞ്ഞുങ്ങൾ തന്നെ ഇതില്ലേലും ചിലപ്പം വീട്ടിലുള്ള ആൾക്കാർ കുഞ്ഞിനെ കരയിക്കാതിരിക്കാൻ വേണ്ടി കൈ വായി വെക്കും. ആദ്യത്തെ കാലങ്ങളിലൊക്കെ അതൊരു ശീലമായിട്ടങ്ങ് മാറും. ഇതൊരു പ്രധാനപ്പെട്ട കാരണമാണ്. പല വിധത്തിലുള്ള ആന്തരിക സംഘർഷങ്ങളും ഇത് ദുശീലത്തിന് വഴിയൊരുക്കും. മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നുള്ള അമിത ലാളന, നിരാകരണം, കർക്കശമായ ചിട്ടകൾ, മാതാപിതാക്കൾ തമ്മിലുള്ള സംഘർഷങ്ങൾ, അധ്യാപകരിൽ നിന്നുള്ള അമിതമായ ശിക്ഷകൾ, അമിത മത്സരം, കുട്ടികൾ അനുഭവിക്കുന്ന വിരസത, ഏകാന്തത, വിരഹം തുടങ്ങി നിരവധി കാരണങ്ങളുണ്ട്. സ്വഭാവ വൈകല്യത്തിന് ആധാരമായ പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹരിക്കുകയാണ് വേണ്ടത്. അതിന് സൈക്കോതെറാപ്പി ഉണ്ട്, കൗൺസിലിംഗ് ഉണ്ട്, അങ്ങനെ പല പല പരിപാടികളുണ്ട്. പലതരത്തിലുള്ള കൗൺസിലിംഗ് ഉണ്ട്, പലതരത്തിലുള്ള സൈക്കോതെറാപ്പി ഉണ്ട്. അത് ഉപകരിക്കും. അപ്പം ഇവിടെ ഞാൻ ഒരു കേസോടെ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കുകയാണ്. എൻ്റെ അകന്ന ബന്ധത്തിലുള്ള റിലേറ്റീവ് കൊച്ചിലെ മുതൽ ഈ 1 വർഷം ആയപ്പോഴത്തേന് അടുത്ത കുട്ടി ജനിച്ചു. അന്നേരം ഇതിന് അധികം പരിചരണമൊന്നും കിട്ടിയില്ല. അതിന് ഈ വലത്തെ കൈയുടെ ഒരു വിരലിൻ്റെ പകുതി ഭാഗം ഇല്ലെന്ന് തന്നെ പറയാം. ചീമ്പി അങ്ങ് പോയി. പക്ഷെ അത് കല്യാണം കഴിക്കാറായി 20 വയസ്സായിട്ടും അത് നിർത്തുകയില്ല. അതിന് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിക്കാൻ മടി. കാരണം അതിനെ കെയർലെസ്നെസ്, ചെറിയ കുട്ടിയെ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ള വിചാരം, ഇങ്ങനെയെല്ലാം പലവിധ വികാരങ്ങളാണ് അതിനുണ്ടായത്. അതെല്ലാം നോക്കി ഈ 20 വയസ്സായപ്പം വരെ ഇപ്പം അതിന് 50 വയസ്സുണ്ട്. ഇപ്പോഴും ഹോമിയോപ്പതി മരുന്ന് മാത്രമേ എടുക്കുള്ളൂ. വേറെ എല്ലാ രോഗങ്ങൾ വന്നാലും വേറെ ഒന്നും പോകില്ല. ഈയിടെ എന്നെ വിളിച്ചിരുന്നു വേറൊരു അസുഖത്തിന്. അത് വിളിച്ചപ്പം അതിൻ്റെ കംപ്ലീറ്റ് ഇത് മാറ്റാൻ പറ്റി. കൊടുത്ത മരുന്ന് നേട്രമോളാണ്. ഇതിൻ്റെ ഏറ്റവും
ഒന്നാം തരം ഒരു മരുന്നാണ്. ഒരു ഈ ഇതിനു വേണ്ടി കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയൊരു മരുന്നാണ്. വേറെ പലതും ഒക്കെ ഉണ്ടെങ്കിലും ഇതിനോടും പറ്റിയ ഒരൗഷധം നമുക്ക് ഇപ്പം ചിലർ പറയും സൈക്കോതെറാപ്പി മതി, കൗൺസിലിംഗ് മതി, ഇത് ശരിയാക്കാം, സൈക്കാട്രിസ്റ്റിനെ കൊണ്ട് കാണിക്കും. ഇതുകൊണ്ടൊന്നും ശരിയാകില്ല. ഇതൊരു വലിയൊരു ഏറിയാണ്. ഈ വക രോഗങ്ങളൊക്കെ നമ്മുടെ ഈ സിമ്പിൾ ഹോമിയോപ്പതി മരുന്ന് കൊണ്ട് കുറയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അതിശയം വിചാരിക്കും. തീർച്ചയായിട്ടും ഇതൊക്കെ മരുന്നും മന്ത്രവും എന്ന് പറയും. മരുന്നും മന്ത്രവും തന്ത്രവും. മരുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ മരുന്ന് തന്നെ. അതിൻ്റെ അകത്ത് കൗൺസിലിംഗ് കൂടെ ആകുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ തന്നെ, സൈക്കോതെറാപ്പിയും കൂടെ ആകുമ്പോൾ കുറച്ചുകൂടെ ഒക്കെ നമുക്ക് അതിന് കൂടുതൽ ഇത് ഇത് കിട്ടും. ഈ വക പ്രവണതകളൊക്കെ മാറ്റാനായിട്ട്, അതായത് ആ ടെൻഡൻസി മാറ്റാൻ നമ്മുടെ മരുന്നിന് സാധിക്കുക തന്നെ ചെയ്യും. ഒരു സംശയം വേണ്ട. ഞാൻ ഇഷ്ടം പോലെ, ഇത് ഒരു കേസേ ഞാൻ പറഞ്ഞുള്ളൂ, ഇഷ്ടം പോലെ നൂറുകണക്കിനല്ല ആയിരക്കണക്കിന് കേസുകൾ എങ്ങും പോയിട്ട് വരാതെ വരുമ്പോൾ, അതായത് ഈ കയ്യേല് വായി വെക്കാതിരിക്കാൻ ഈ കയ്പുള്ളതൊക്കെ വെച്ച് കെട്ടും. ഏതാണ്ട് ഏതാണ്ട് കയ്പുള്ള വസ്തുക്കളൊക്കെ കയ്യെ വെച്ച് മുരയെ പരട്ടുന്ന മാതിരി പിള്ളേരുടെ എന്ന് പറഞ്ഞു വിട്ടു. ഇതൊന്നും നടക്കുകയില്ല. എന്നാലും പിള്ളേർ ഇതൊക്കെ ചിമ്പിക്കൊണ്ട് നടക്കും. ഇതൊക്കെ നിർത്താൻ നമ്മുടെ ഈ നേട്രമോർ ഒറ്റ മെഡിസിന് തീർച്ചയായിട്ടും സാധിക്കും. പിന്നെ വേറെ പല മരുന്നുകളുണ്ട്. അത് ബാക്കിയുള്ള കംപ്ലയിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനും അതിൻ്റെ ബാക്കി സിംറ്റംസും ഒക്കെ നോക്കി റെപ്പട്രൈസ് ചെയ്ത് കൊടുത്താൽ തീർച്ചയായിട്ടും കുറയും. അതിലോട്ടൊന്നും ഞാൻ കൂടുതൽ പോകുന്നില്ല. ഇനി അടുത്തത് നഖംകടി. അതിനോട് കൂടി അനുബന്ധിച്ച് തന്നെയാണ്. പിന്നെ ഇതിനെക്കുറിച്ച് ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് ആയിട്ട് ലാസ്റ്റ് ഒന്നുകൂടെ ഓരോന്നിനും ഉള്ള മരുന്ന് ഒന്നുകൂടെ പറയുന്നുണ്ട്. നഖംകടി 3 വയസ്സിന് ശേഷമാണ് ഈ ദുശീലം കുട്ടികളിൽ കണ്ടുവരുന്നത്. ഇപ്പൊ ക്ലിയർ ആണോ? അതെ, ക്ലിയർ. 3 വയസ്സിനും 12നും ഇടയിലുള്ള കുട്ടികളിലാണ് ഈ സ്വഭാവം കണ്ടുവരുന്നതെങ്കിലും ഏറ്റവും കൂടുതലായി കാണുന്നത് 5നും 7നും ഇടയിലാണ്. ഇത് കുട്ടികളുടെ ആന്തരിക സംഘർഷത്തിൻ്റെയും ഉത്കണ്ഠയുടെയും പ്രകടനമാകാം. മാതാപിതാക്കളിൽ നിന്നുള്ള നിരാകരണം, വിരഹം, കർക്കശമായ അച്ചടക്കം, പരീക്ഷാഭയം, അമിതമായ ഭയാശങ്കകൾ, മാതാപിതാക്കൾ തമ്മിലുള്ള സംഘർഷങ്ങൾ ഇവയൊക്കെ പ്രേരക ഘടകങ്ങളാകാം. സുശീലത്തിൻ്റെ പ്രേരക ഘടകങ്ങളെ കണ്ടെത്തുകയും പരിഹരിക്കുകയാണ് വേണ്ടത്. ആന്തരിക സംഘർഷം ലഘൂകരിക്കുന്നതിന് വേണ്ടിയുള്ള മാർഗങ്ങൾ മറ്റ് സന്തോഷകരങ്ങളായ കായിക പ്രവർത്തനങ്ങളിലേക്കും കളികളിലേക്കും ശ്രദ്ധ തിരിച്ചുവിടുക, മറ്റു കുട്ടികളുമായുള്ള കളികൾ പ്രോത്സാഹിപ്പിക്കുക തുടങ്ങി നിരവധി മാർഗങ്ങളുണ്ട്. പക്ഷേ ഇതിനെല്ലാം ഉപരിയായിട്ട് നമ്മുടെ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുറവ് കിട്ടും. മെഡിസിൻ, പ്രധാനപ്പെട്ട മെഡിസിൻ, ഒരുപാട് മെഡിസിൻ ഉണ്ട്. അതെല്ലാവർക്കും മെറ്റിയാമെഡിക്കായും പിന്നെ ഈ പല ടിപ്പുകളിലൊക്കെ കൊടുത്തിട്ടുള്ള പുസ്തകത്തിലൊക്കെ പ്രധാന മെഡിസിൻ ആൻറ്റിയം ക്രോഡാണ്. ഒരുപാട് കേസ് ഞാൻ കുറച്ചിട്ടുണ്ട്. ഈ നഖംകടി ഇത് ഒത്തിരി പേർക്കുള്ളതാണ്. ഇങ്ങേറ്റം വലിയ ആൾക്കാർക്ക് പോലും ഇത് വരാം. അതായത് മാനസിക സംഘർഷമാണ് പ്രധാനം. ചിലപ്പോൾ അത് വീട്ടിലെ സാഹചര്യങ്ങളായിരിക്കാം, സ്കൂളിൽ ടീച്ചർമാരുടെ ചില പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം, ചിലപ്പം പല പല ഇതുകൊണ്ട് ചിന്താക്കുഴപ്പങ്ങൾ കൊണ്ടായിരിക്കാം. ഇതുകൊണ്ടൊക്കെ ഇതിനും സൈക്കോളജി, കൗൺസിലിങ്, പലതരത്തിലുള്ള ഇതെല്ലാം വളരെയധികം പ്രയോജനം ചെയ്യും. ഇത് ഡോക്ടർ എറിക് ബേൺ പറഞ്ഞ മാതിരി, അതായത് ടിയുടെ ട്രാൻസാക്ഷൻ അനാലിസിസിൻ്റെ ഫൗണ്ടറായ ഡോക്ടർ എറിക് ബേൺ പറഞ്ഞ മാതിരി ഒരു കുഞ്ഞിൻ്റെ ചെറുപ്പകാലങ്ങളിലുള്ള ശീലങ്ങളാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം എന്ന് പറഞ്ഞ മാതിരി ചെറുപ്പത്തിലെ ചില ശീലങ്ങളൊക്കെ നമുക്ക് ചിലപ്പം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. കുട്ടികൾ കഴിക്കാതെ വന്ന അമ്മമാർ കുത്തിത്തീറ്റിക്കുക. വിശക്കാതെ എങ്ങനെ കഴിക്കും? നിങ്ങളുടെ വായിലോട്ട് ഒടുകേടാത്ത വേണ്ടാത്തതോട് കുത്തിത്തീറ്റ നിങ്ങൾക്ക് ഒന്നുകൂടെ അതിനോട് വിരക്തിയെ തോന്നും എന്ന് പറഞ്ഞോട്ട് ഇത് പിള്ളേരെ ഉപദ്രവിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ഇത് മാറ്റാൻ വേണ്ടി മുമ്പേ പറഞ്ഞോട്ട് പല പല പരിപാടികൾ കയ്യെ ഇത് ചുറ്റും തുണി ചുറ്റി വെക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ആണെങ്കിലും പിള്ളേർ അതൊന്ന് നിർത്തുക. ഇറ്റ് ഈസ് എ ടെൻഡൻസി, ഒരു സ്ട്രോങ് ഡിസയറായി ഈ രോഗങ്ങളിൽ. വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറഞ്ഞ മാതിരി ചില ടെൻഡൻസികളും ഇതൊക്കെ നമുക്ക് താനെ ഇങ്ങനെ വരിക. നമ്മൾ കണ്ടിട്ടുണ്ടോ? ചിലത് ഇങ്ങനെ തല ചൊറിയും.
എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിനൊരു തലചൊറി എന്ന് പറഞ്ഞാൽ അത് ഒരു ഹാബിറ്റായിട്ട് മാറുന്ന അത് ഒരു ഏതെങ്കിലും ഒരു സംഗതി ഒരു 21 അല്ലെങ്കിൽ ഒരു 41 ദിവസം ചെയ്താൽ അതിനാണ് നമ്മൾ വ്രതമൊക്കെ എടുക്കുന്നത്. അത് നമ്മുടെ ഒരു ശീലമായിട്ട് അങ്ങ് മാറുക. പിന്നെ അത് മാറ്റാൻ വലിയ പ്രയാസമാണ്. അടുത്തത് ഭക്ഷ്യയോഗ്യമല്ലാത്ത വസ്തുക്കൾ തിന്നുന്ന കുട്ടികൾ, അതായത് പൈക അല്ലെങ്കിൽ അതിനെ ആർത്തി എന്നൊക്കെ പറയും. ഇത് കുട്ടികൾക്ക് മാത്രമല്ല, പ്രഗ്നൻസിയിലുള്ളവർക്കുണ്ട്. എങ്കിലും ഞാനിവിടെ കുട്ടികളുടെ കാര്യമാണ്. ഭക്ഷ്യയോഗ്യമില്ലാത്ത വസ്തുക്കൾ തുടർച്ചയായി ഭക്ഷിക്കുവാനുള്ള പ്രവണത ചില കുട്ടികളിൽ കണ്ടുവരും. ക്ലിയർ ആണോ? അതെ അതെ സ്പീഡ് ക്ലിയർ. കൂടുതലുണ്ടോ? ഇല്ല സാറേ, കറക്റ്റ്. കളിമണ്ണ്, പ്ലാസ്റ്റർ, ടൂത്ത് പേസ്റ്റ്, പേപ്പർ, പെൻസിൽ, ടാർക്കം പൗഡർ തുടങ്ങി നിരവധി വസ്തുക്കൾ ഈ കുട്ടികൾ ഭക്ഷിക്കുന്നു. 1 വയസ്സിനും 6 വയസ്സിനും ഇടയിലുള്ള കുട്ടികളിലാണ് ഈ ദുശീലം സാധാരണയായി കാണപ്പെടുന്നത്. കുട്ടികൾ വളർന്നു വരുന്നതോടുകൂടി ഈ സ്വഭാവം അപ്രത്യക്ഷമാവുകയാണ് പതിവ്. വിവിധതരം മാനസിക സംഘർഷങ്ങൾ ഈ ദുശീലത്തിന് കാരണമാകുന്നെന്ന് കരുതപ്പെടുന്നു. സംഘർഷ ലഘൂകരണം, പെരുമാറ്റ നവീകരണം, ചികിത്സ തുടങ്ങി പല പ്രതിവിധികളുമുണ്ട്. അതായത് ഈ മുകളിൽ പറഞ്ഞ എല്ലാത്തിനും സംഘർഷ ലഘൂകരണം, പെരുമാറ്റ നവീകരണം, അത് പിള്ളേരെ ചിലർ അടിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, ദേഷ്യപ്പെടുന്ന കണ്ടിട്ടുണ്ട്. ഇതൊന്നും അല്ല. അവർ കുറെ കഴിയുമ്പോൾ ഇതൊക്കെ മാറും. മരുന്നും ഞാൻ പറഞ്ഞോട്ട് ഈ കൗൺസിലിങ്ങും ഇതൊക്കെ കൊണ്ട് മാറാനുള്ളത്. ആൾക്കാർ വിചാരിക്കും ഇത് എങ്ങനെ മാറ്റും, ഇതൊരു തലവേദനയായിട്ട് ആൾക്കാർ കണക്കാക്കുന്നത്. അങ്ങനെയല്ല, നമുക്കതിന് മരുന്നുണ്ട്. ഞാനത് പുറകെ പറയാം, മരുന്നിൻ്റെ ചാപ്റ്ററിലോട്ട് പ്രത്യേകം കിടക്കുമ്പോൾ പറയാം. ഒരു മരുന്നല്ല, ഒരുപാട് ഈ ക്രേവിങ്സ് ഉണ്ട്. ഈ ഇതിനെക്കുറിച്ച് ആർത്തി ഉള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. അത് അടുത്ത ഒരു കണ്ടീഷനൂടെ പറഞ്ഞിട്ട്, 1-2 കണ്ടീഷനൂടെ പറഞ്ഞിട്ട് പറയാം. അത് മെറ്റാമെഡിക്കയുടെ ചാപ്റ്ററിലോട്ട്, തെറാപ്പറ്റിക്സിലോട്ട് പോകുമ്പോൾ പറയാം. 4, അനുസരണമില്ലാന്ന് ദുശാഠ്യം എതിരിടാനുള്ള പ്രവണത ഇന്നത്തെ കാലത്ത് കൂടുതലാണ്. പണ്ടൊക്കെ 5-6 പിള്ളേരുണ്ട്. മൂത്തത് ചെറുതിനെ നോക്കും, അതിൻ്റെ അപ്പച്ചി കാണും, അതിൻ്റെ ചിറ്റപ്പൻ കാണും, അമ്മാവൻ കാണും, അമ്മായി കാണും. ഇന്ന് 1-2 പിള്ളേരേ ഉള്ളൂ. അപ്പം അന്നേരം അവരുടെ ഇച്ചിരി ഇത് ഓമനിക്കത്വം ലാടനയൊക്കെ കൂടുതലുകൊണ്ടാകാം അനുസരണക്കുറവാണ് ഇന്നും പല പേരൻസും മാതാപിതാക്കളും കംപ്ലൈൻറ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരിക്കലും എൻ്റെ കൊച്ചെന്നാ പറഞ്ഞാലും കേൾക്കില്ല. ഇപ്പം പണ്ടൊക്കെ അച്ഛനമ്മമാർ പിള്ളേരെ പേടിച്ചാണ് ജീവിക്കുന്നത്. ഇപ്പം അച്ഛനമ്മമാർ പിള്ളേരെ പേടിപ്പിച്ചാണ് ജീവിക്കുന്നത്. ഇപ്പം നേരെ തിരിച്ചാണ്. അച്ഛനമ്മമാർക്ക് പിള്ളേരെ പേടിയാണ്. പിള്ളേരെന്തെങ്കിലും കാട്ടിക്കൂട്ടിയാലോ എന്നുള്ള പേടിയാണ്. നേരെ തിരിഞ്ഞു. ഇന്നത്തെ എല്ലാവർക്കും വരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് ഇതൊക്കെ. അന്നേരം വളർച്ചയുടെ ചില ഘട്ടങ്ങളിൽ കുട്ടികൾ അനുസരണയില്ലായ്മയും ദുശാഠ്യവുമൊക്കെ കാണിക്കാറുണ്ട്. 1.5 വയസ്സിനും 2 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾ ഈ പ്രവണത കൂടുതലായി കണ്ടുവരുന്നു. അതുപോലെ തന്നെ കൗമാരപ്രായക്കാരിൽ എതിരിടാനുള്ള മനോഭാവം മുന്നിട്ട് നിൽക്കുന്നു. അനഭിലഷണീയമായ ഈ പ്രവണതകൾ തുടർച്ചയായി കാണിക്കുകയാണെങ്കിൽ പരിഹാരമാർഗങ്ങൾ ആവശ്യമായി തന്നെ വരുന്നു. അതായത് ഒരു കുട്ടി ഞാൻ കണ്ടിട്ടുണ്ട്, ഇന്ന് IFHന്റെ ഒരെണ്ണത്തിൽ കണ്ടിട്ടുണ്ട്. കൊച്ചു നമ്മുടെ ഫറോസാണെന്ന് തോന്നുന്നു, ഒരു ഇതിട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടോന്നറിയത്തില്ല. അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്, അഡ്വൈസറി ബോർഡിൻ്റെ അകത്ത് ഒരു കൊച്ചു മഴയത്ത് ഇങ്ങനെ ഇറങ്ങി നിൽക്കുക. 2 വയസ്സുള്ളൊരു കൊച്ചു നല്ല മഴയത്ത് ഇറങ്ങി നിൽക്കുന്നു. കയറത്തില്ല. അത് ഒന്നേ ആസ്വദിക്കുന്നതായിരിക്കും, അല്ലെ അച്ഛനമ്മമാരോട് വേണമെങ്കിൽ. എന്നാണെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല പറയുന്നത്. ഞാൻ ശരം മുമ്പേ അത് കണ്ടത്, അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പം അങ്ങനെ ആ പ്രായത്തിലൊക്കെ പിള്ളേർ പല വികൃതികളൊക്കെ കാണിക്കും. ആൾക്കാർ വിചാരിക്കും ഇതൊക്കെ പറഞ്ഞാൽ ചിലരത് എൻജോയ് ചെയ്യുന്നവരുണ്ട്, ചിലരത് കൊച്ചിന് മഴ നനഞ്ഞാൽ പനി പിടിക്കും. ഇന്ന് പിള്ളേരൊന്നും മണ്ണ് വാരി കളിക്കാറൊന്നുമില്ല. നമ്മൾ ഓലപ്പന്തും അതുപോലെ മണ്ണ് വാരി ചിരട്ടയിലും ഒക്കെയാണ് കളിച്ചത്. ഇന്ന് എല്ലാവർക്കും ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെ ഒരു മുറിക്കകത്ത് നിറച്ച് കളിപ്പാട്ടമാണ്. പിള്ളേരുടെ കളിപ്പാട്ടം അതിന് തന്നെ ഒരു മുറിയാണ്. അപ്പുറം വരുന്നവരെല്ലാം കളിപ്പാട്ടം കൊണ്ട് വരും. ചിലപ്പോൾ ഒരേ സെറ്റ് തന്നെ 5-6 കാണും. നമ്മളെന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് തന്നെയാണെങ്കിൽ വേറെ ആർക്കെങ്കിലും നമ്മൾ അതിൻ്റെ
പാക്കറ്റ് മാറ്റിയിട്ട് വേറെ ആർക്കും കൊടുക്കുക. നമുക്ക് ഈ 5-6 എണ്ണ എടുക്കാനാ. അങ്ങനെയൊക്കെയുള്ള പ്രവണത ഇന്ന് കൂടുതലാണ്. വളർന്നു വരുന്ന കുട്ടികളുടെ മാനസിക പ്രത്യേകതകളും ആന്തരിക ആവശ്യങ്ങളും രക്ഷിതാക്കൾ മനസ്സിലാക്കാതെ പോകുന്നു. ശിക്ഷണത്തിലുള്ള ന്യൂനതകൾ, തെറ്റായ ശിക്ഷാരീതികൾ, കർക്കശമായ അച്ചടക്കം, അസ്വസ്ഥമായ കുടുംബാന്തരീക്ഷം തുടങ്ങിയവ പ്രേരക ഘടകങ്ങളാണ്. ഉദാഹരണത്തിന് അച്ഛനും അമ്മയും കൂടെ വഴക്ക് പിടിക്കും. പിള്ളേർക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? എന്തിനാ വഴക്ക് പിടിക്കുന്നതെന്ന് അവർക്കേ അറിയത്തുള്ളൂ. ഞാൻ ഒരിക്കൽ ഒരു കുട്ടിയെ ഇതുപോലെ എപ്പോഴും ഇറിറ്റബിലിറ്റി, ആങ്കറിന് ട്രീറ്റ് ചെയ്യും. ഒരു 15-16 SLCക്ക് പഠിക്കുന്ന അതിനെക്കുറിച്ച് ഒറ്റയ്ക്കിരുത്തി ചോദിച്ചപ്പോൾ അതിൻ്റെ അച്ഛനും അമ്മയും എന്നും വഴക്കാണ്. എന്നാ കാര്യമെന്ന് അറിയാൻ മേല. അപ്പം അങ്ങനെയുള്ളപ്പം നമുക്ക് കൗൺസിലിംഗ് ഒക്കെ കൂടുതൽ ആവശ്യമാണ്. വീട്ടിൽ സമാധാന അന്തരീക്ഷം പിള്ളേർക്ക് കൊടുക്കണം. പഠിക്കണമല്ലോ. അഥവാ ഇനി അച്ഛനും അമ്മയും എന്തെങ്കിലും പറഞ്ഞു തീർക്കാനുണ്ടെങ്കിൽ അത് ഒറ്റയ്ക്കിരുന്ന് പിള്ളേരില്ലാത്ത സമയത്ത് പിള്ളേരുടെ മുമ്പിൽ എപ്പോഴും സ്നേഹവും സമാധാനമായിട്ടൊക്കെ പെരുമാറാണ്. അതിൻ്റെ പിള്ളേർ ഇതൊക്കെ കണ്ടുപിടിക്കും. ഞാൻ കാണുന്നുണ്ട് ഒരു കുട്ടി, അതിൻ്റെ അമ്മ ജോലിക്ക് പോകും, വന്നു കഴിഞ്ഞാൽ ഉടനെ അത് കഴിച്ചില്ലെങ്കിൽ ഒറ്റത്തൊക്കെ സംസാരിക്കുമോ. ആ കുട്ടി ഇപ്പം അമ്മയോട് അതേ സ്റ്റൈലിലാണ് സംസാരിക്കുന്നത്. വെറും 3 വയസ്സുള്ള കുട്ടിയാണെന്ന് വിചാരിക്കുക. 2-3 വയസ്സേ ഉള്ളൂ. അതേ രീതിയിൽ തന്നെ പിള്ളേർ നമ്മളെ കണ്ടാ പഠിക്കുന്നത് ഇതെല്ലാം. അതുകൊണ്ട് ചെറുപ്പത്തിൽ പ്രത്യേകിച്ച് പിള്ളേരെ മുമ്പിൽ വെച്ച് വഴക്കുണ്ടാക്കുകയോ ആക്രോശിക്കുകയോ അനാവശ്യങ്ങൾ പറയുകയോ ഒന്നും ചെയ്യരുത്. കാരണം ചില പിള്ളേർ അതുപോലെ പിള്ളേർ കൂട്ടുകൂടുമ്പോൾ അവിടെ നിന്നും വൃത്തികേടുകളും പഠിച്ചിട്ട് വരും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള അഴുക്ക് കൂട്ടുകെട്ടുകളിൽ പിള്ളേരെ പെടാതെ ഇരിക്കാൻ ശ്രദ്ധിക്കണം. കൂട്ട് വേണ്ടെന്നല്ല, പക്ഷേ ചില വീടുകളിലുണ്ട് അച്ഛനും അമ്മയും വൃത്തികേടുകൾ പറഞ്ഞു അത് പിള്ളേർ കേട്ട് പഠിക്കും. ആ പിള്ളേരുടെ കൂടെ നമ്മുടെ പിള്ളേർ കൂടുമ്പോഴും അത് കേട്ട് പഠിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ പഠിച്ചതും എൻ്റെ അറിവും വെച്ചാണ് പറയുന്നത്. വളർന്നു വരുന്ന കുട്ടിയുടെ മാനസിക പ്രത്യേകതകളും ആന്തരികാവശ്യങ്ങളും രക്ഷിതാക്കൾ മനസ്സിലാക്കാതെ പോകുന്നു. ശിക്ഷണത്തിലുള്ള ന്യൂനതകൾ, തെറ്റായ ശിക്ഷാരീതികൾ, കർക്കശമായ അച്ചടക്കം, അസ്വസ്ഥമായ കുടുംബാന്തരീക്ഷം തുടങ്ങിയവ പ്രേരക ഘടകങ്ങളാണ്. സ്പീഡ് കൂടുന്നുണ്ടോ? ഇല്ല സാറേ. തങ്ങളുടെ ഉള്ളിലുള്ള ഉത്കണ്ഠയുടെയും അരക്ഷിതബോധത്തിന്റെയും അപകർഷതാബോധത്തിന്റെയും ബഹിർസ്ഫുരണമാകാം തെറ്റായ പെരുമാറ്റ രീതികൾ. രക്ഷിതാക്കളിൽ നിന്നും അധ്യാപകരിൽ നിന്നും വേണ്ടത്ര പരിഗണന കിട്ടാതെ വരുമ്പോൾ ശ്രദ്ധ നേടിയെടുക്കാൻ വേണ്ടി തെറ്റായ മാർഗങ്ങൾ അവലംബിക്കുന്നവരുണ്ട്. ചിലപ്പോൾ അതൊരു പ്രതിഷേധമാകാം. അവർക്ക് വേറെ ഒന്നും ചെയ്യാൻ മേല. ചുമ്മാ വിളിച്ച സാർമാർ ചുമ്മാ വിളിച്ചു ആരെയും ഒച്ച വെച്ചു. അവർക്ക് ആരും കിട്ടിയില്ല. കിട്ടിയ പിള്ളേരെ വീട്ടിൽ 2 തല്ലുള്ളൂ. അവൻ ആരോട് പ്രതികരിക്കും? അവനന്നേരം തിരിച്ച് എന്നതിലൊക്കെ വികൃതികൾ കാണിച്ചെന്നിരിക്കും. പിന്നെ അതുപോലെ തന്നെ വീട്ടിൽ സമയം കിട്ടിയില്ല, വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് കുട്ടികളുടെ അടുത്ത് ചെന്നിട്ട് തീർക്കും. അതായത് ഉദാഹരണത്തിന് ഒരു പ്രാവശ്യം ഒരു ബോസ് വഴക്ക് പറഞ്ഞു. സമയത്തിന് അയാൾ ജയിലിലല്ല, ചെല്ലാത്തന്നെ വഴക്ക് പറഞ്ഞു. അത് സ്ഥിരമായപ്പോൾ അയാൾക്ക് ദേഷ്യം വന്നു. അയാൾ ബോസുമായിട്ട് വഴക്ക് പിടിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം ഭാര്യയോടായി. ഭാര്യയ്ക്ക് ഭർത്താവിനെ പേടിയാണ്. ഭർത്താവിൻ്റെ അടുത്ത് ഭാര്യ എന്നെ അടുത്തു കൊച്ചിനിട്ട് 2 അടി വെച്ച് കൊടുത്തു. കൊച്ചെന്നെ അടുത്തു കൊച്ചിന് അമ്മയെ പേടിയാണ്. കൊച്ചെന്നെ അടുത്ത് അതിനെ വന്ന് പൂച്ചയ്ക്ക് തൊടി വെച്ചു. പൂച്ച അപ്പുറം പോയി ചത്തുപോയി. ഇതിന് ആരുടെ കുഴപ്പമാ? പൂച്ച ചത്തത് ആരുടെ കുഴപ്പമാണ്? അതിൻ്റെ അകത്ത് എല്ലാവരുടെയും കുഴപ്പമുണ്ട്. ആരെങ്കിലും ഒരാൾ ഇച്ചിരി ക്ഷമിച്ചിരുന്നെങ്കിൽ പൂച്ച ചാകുകയില്ല എന്ന് പറഞ്ഞു കേട്ടോ. ദേഷ്യങ്ങൾ പലയിടത്തൂടെ തീർക്കുന്ന മനുഷ്യൻ. ഞാൻ പലയിടത്തുണ്ട്, പലതും പറയാനുണ്ട്. പക്ഷേ കൂടുതൽ പറയുന്നില്ല. എല്ലാവർക്കും അറിയാം. അവനവന് ദേഷ്യം വന്ന് എന്നൊക്കെ കാണിച്ചു കൂട്ടുമെന്ന് അവനവന് മാത്രം അറിയാം. പല രീതിയിലുള്ള പെരുമാറ്റ ദൂഷ്യങ്ങൾ കുട്ടികളിൽ കാണാം. മുതിർന്നവരുമായി തർക്കിക്കുക, ദേഷ്യം, ദുശാഠ്യം, അനുസരണയില്ലായ്മ, മറ്റുള്ളവരെ ശല്യപ്പെടുത്തുക, തെറി വിളിക്കുക, അശ്ലീല പദങ്ങൾ ഉപയോഗിക്കുക, മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ തട്ടിപ്പറിക്കുക തുടങ്ങിയ നിരവധി ദുശ്ശീലങ്ങളുണ്ട്. അതായത് ഈ അടുത്ത കാലത്ത് എൻ്റെ അടുത്തൊരു സൈക്കോളജിസ്റ്റ്, എൻ്റെ കൂടെ പഠിച്ച സൈക്കോളജി, പുള്ളി പല സൈക്കോളജി ട്രിക്കുകൾ നോക്കിയിട്ടും പറയുന്നില്ല. ഈ കുട്ടി അച്ഛനെ എന്നും തെറി വിളിക്കുക. വീട്ടിൽ വന്നാൽ ഉടനെ ഒരു മോനെ വളരെ ഓമനിച്ച് വളർത്തിയത് തെറി വിളിക്കുക. എന്നൊക്കെ
സൈക്കോളജിയും കൗൺസിലിങ്ങും ഒക്കെ ചെയ്തിട്ടും അങ്ങോട്ട് ശരിയാകുന്നില്ല. അവസാനം എന്നോട് ചോദിച്ചു വല്ല മരുന്നുണ്ട്. ഞാൻ തരംപിട ഹിസ്പാനിയ കൊടുത്തപ്പം അവൻ്റെ തെറിവിടിയൊക്കെ നിന്നു. എന്നാലും നമ്മളെ ഈ മാനസികമായിട്ടുള്ള സങ്കർക്കങ്ങളും ഈ വൃത്തികേടുകൾ പറയുന്നതൊക്കെ മാറ്റാനുള്ള മരുന്നുകൾ പലതിൻ്റെ അകത്തുണ്ട്. അതുപോലെ ഒരു കുട്ടി പട്ടിയും പൂച്ചയും ഒക്കെ കണ്ടാൽ അതിനെയൊക്കെ അടിക്കുക, കൊല്ലുക. അതുപോലെ താറാവിന് കോഴിയെ പൊരുന്നക്കിരുന്ന കോഴിയെ കാലെ കയറ് കെട്ടി വലിക്കുക, തിരക്ക് ചുറ്റിനും നടക്കുക, കോഴി അത്തുപോയി. ഇതൊക്കെ അതിനൊരു വിനോദമാണ്, ചില പിള്ളേരുടെ പരിപാടിയാണ്. അതുപോലെ തുമ്പിയെ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്, തുമ്പിയെ ചെറുപ്പത്തിലെ പിടിച്ചിട്ട് അതിൻ്റെ വാലയിൽ ചരട് കെട്ടിയിട്ട് വറപ്പിക്കുക. കുറെ കഴിയുമ്പോൾ അത് താഴെ വീണ് ചത്തു. ഇതൊക്കെ ഒരു എന്നാ പറയുന്നത്, വിനോദമാണെന്ന് തോന്നാമെങ്കിലും ക്രൂരമായ വിനോദങ്ങളാണ്. അതിനൊക്കെ പല കേസുകളിലും നമ്മുടെ അനാക്കാർഡിയം മരുന്ന് കൊടുത്ത് ഞാൻ അങ്ങനെയുള്ള ദുശീലങ്ങളുള്ള പിള്ളേരെ പലരെയും ശരിയാക്കിയിട്ടുണ്ട്. ആനിമൽസിനെ ഉപദ്രവിക്കുക അനാവശ്യമായിട്ട്. ഈ സ്വഭാവങ്ങൾക്ക് പലവിധ പ്രത്യാഘാതങ്ങളുമുണ്ട്. സോറി. അനാക്കാർഡിയ സാർ പറഞ്ഞല്ലേ? അനാക്കാർഡിയം സീറോ ബാർ 3 എന്നല്ലേ? ഞാൻ 0 ബാർ 3. ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ 0 ബാർ 3 കൊണ്ട് പറ്റിയില്ലെങ്കിൽ 6 പോകും, 6 പറ്റിയില്ലെങ്കിൽ 12 പോകും. കാരണം ഇതെല്ലാം മേടിച്ച് വെക്കാനുള്ള സൗകര്യക്കുറവുണ്ടാണ് ഇതിൽ പോകുന്നത്. അല്ലേ നമുക്ക് 01, 02, 03, 04 അങ്ങനെ പോകുന്നതാണ് കുറച്ചുകൂടെ കാമ്യം. പക്ഷേ ഇതെല്ലാം പൊട്ടൻസി എന്ന് പറഞ്ഞാൽ എന്തുമാത്രം വരുന്നുണ്ട് നമുക്ക്. എല്ലാം മേടിച്ച് വെക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഒന്ന് 1 അല്ലെ 3 അല്ലെ 6, പിന്നെ ഞാൻ 12, അങ്ങനെ ഞാൻ മേടിച്ചു. പിന്നെ 18, 30 ഇതൊക്കെ മേടിച്ച് വെക്കാറുള്ളൂ. അല്ലാതെ അതിൽ കൂടിയതൊന്നും എല്ലാം മേടിച്ച് വെക്കാൻ ഇമ്പോസിബിൾ ആയതുകൊണ്ട് ഞാനങ്ങനെ ചെയ്യുന്നു. ചോദിച്ചുകൊണ്ട് പറഞ്ഞതാണ്. ഈ സ്വഭാവങ്ങൾക്ക് പലവിധ പ്രത്യാഘാതങ്ങളുമുണ്ട്. മാതാപിതാക്കളും ബന്ധുക്കളുമായുള്ള ബന്ധം വഷളാകുന്നു, കൂട്ടുകാരൻ നിരാകരിക്കപ്പെടുന്നു, അധ്യാപകർ വെറുക്കപ്പെടുന്നു തുടങ്ങി നിരവധി പ്രത്യാഘാതങ്ങൾ ഇത് പല വൈകാരിക പ്രശ്നങ്ങൾക്കും വഴിതെളിക്കുന്നു. ആത്മവിശ്വാസമില്ലായ്മ, അസഹിഷ്ണുത, വിഷാദം, ദേഷ്യം, മദ്യപാന പ്രവണത ഇവയൊക്കെ പലതരങ്ങളാണ്. ഇങ്ങനെയൊക്കെ വന്നാൽ വീട്ടിൽ അച്ഛനും അമ്മയും ശ്രദ്ധിച്ചില്ലെങ്കിൽ പിള്ളേർ അഴുക്കൂട്ടുകളിൽ പോയി നിന്നിട്ടൊക്കെ ഞങ്ങളുടെയൊക്കെ കാലത്ത് നല്ലൊരു കഞ്ചാവോ ഒരു ബീഡി വലിക്കുകയോ അല്ലെങ്കിൽ ഒരു കള്ളടിക്കുകയോ അല്ലെങ്കിൽ ഒരു സിഗരറ്റ് വലിക്കുകയോ ഒക്കെ ചെയ്യുകയുള്ളായിരുന്നു പിള്ളേർ. ഇപ്പം അതൊന്നുമല്ല, ട്രഗാ. ഏതാണ്ടൊക്കെ പേരിട്ട് ഒരുപാട് ട്രക്കുണ്ട്. അന്നൊന്നും അത് അത്രയും ട്രക്കിൻ്റെ പ്രസരിപ്പില്ലായിരുന്നു. അന്നൊക്കെ ആൺപിള്ളേർ മാത്രമുണ്ട്. ഇപ്പം പെൺപിള്ളേരൂടെ പഠിക്കും. ആണുങ്ങളുടെ ഒപ്പം ഇരുന്നും വെള്ളം അടിക്കുകയും ഒപ്പം നടന്നും സിഗരറ്റും പിടിക്കും. ഇതെല്ലാം ട്രക്കും ഒക്കെ അടിക്കും. പിന്നെ ഇതിനുള്ള പെരുമാറ്റ നവീകരണ ചികിത്സയാണ് പ്രധാന വിധി. ഇത് ഇവരെ പിള്ളേരെ വീട്ടിൽ ചുമ്മാ ഇരുത്തരുത്. ഇപ്പം എനിക്കറിയാം നമ്മുടെ വീട്ടിലുള്ള പിള്ളേർ രാവിലെ തൊട്ട് വലിയവരെക്കാട്ടി കൂടുതൽ ജിംനാസ്റ്റിക് പഠിക്കുന്നുണ്ട്, പിന്നെ അത് പാട്ട് പഠിക്കുന്നുണ്ട്, പടംവര പഠിക്കുന്നുണ്ട്. അങ്ങനെ പല പഠിത്തങ്ങളാകുമ്പോൾ അവർക്കൊട്ടും സമയമില്ല. നമ്മളെക്കാട്ടി പോലും ഇങ്ങേറ്റം അവർക്കൊന്നും കളിക്കാൻ പോലും സമയമില്ല. പിന്നെ ഏതെങ്കിലും ഒരു അവധി ദിവസമാണ് കളിക്കുന്നത്. ഇന്ന് മിക്കവാറും അങ്ങനെയുള്ള കരിക്കുലർ പ്രത്യേക ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുത്ത് പിള്ളേർ വിട്ടുകഴിഞ്ഞാൽ പിള്ളേർക്ക് സമയമില്ല. പിന്നെ എങ്ങനെ അവരെ എപ്പോഴും എൻകറേജ് ചെയ്യണം. അതിനെ സ്ട്രോക്സ് എന്ന് പറയും. PA സൈക്കോളജിക്കകത്ത് സ്ട്രോക്ക് എന്ന് പറയും. പിള്ളേരെ അൺകണ്ടീഷണായിട്ടുള്ള സ്ട്രോക്ക് കൊടുക്കണം. അവൻ മിടുക്കനാണെന്ന് പറയുന്നത്. അപ്പം മിടുക്കനല്ലായിരിക്കും. അഥവാ പിള്ളേർ, എൻ്റെ ഒരു കൊച്ചുമോൻ ഒരിക്കൽ 1-2 വാക്കുകൾ വൃത്തികേട് പറയുന്നത് കേട്ടു. പട്ടീന്ന്, കുഞ്ഞായിരിക്കുമ്പോൾ പട്ടീന്ന്. ഞാൻ പറഞ്ഞു നമ്മളെല്ലാം പട്ടികളാണ്, നമുക്കെല്ലാം കടിപിടിയും കൂടാകും. ചുമ്മാ കളിക്കുന്ന തമാശയാണ്. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ അത് തന്നെ ഡിസപ്പിയർ ആയിപ്പോയി. അതുപോലെ ഒരു പ്രാവശ്യം ഞാനോ പോയിട്ട് വന്നപ്പം എൻ്റെ മോൻ അടുത്ത് വന്നപ്പം ബീഡിയുടെ സിഗരറ്റിൻ്റെ മണം. എനിക്ക് മനസ്സിലായി അന്നും സിഗരറ്റോ ബീഡിയതാണ്. ഇതൊന്നും വലിച്ചോളുന്നതൊന്നും ഒന്നും കുഴപ്പമില്ല. പക്ഷേ എന്നും അതൊരു പതിവാകരുത്, പലരാകരുത്, പതിവാകരുത്, പകലാകരുത് എന്ന് പറഞ്ഞ മാതിരി. ഇത് വെള്ളം അടിക്കുന്നതിൻ്റെ ഒരു പാകൂട്ടിയുള്ള 4-5 ഉണ്ട് അതിലാണ്. അതുപോലെ ഇത് പതിവാകും. വല്ലപ്പോഴും ഒന്ന് ഇതാക്കി സ്ഥിരമാക്കരുതെന്നേ ഉള്ളൂ. വല്ലപ്പോഴും ഒന്ന് പോയെന്ന് വിചാരിച്ച് നമ്മളെ അവരെ
ബുദ്ധിമുട്ടിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്നും അറിഞ്ഞുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് പതിവായിട്ട് അതൊരു ഇതിലായിട്ട് എടുക്കരുത്. അതൊരു കഴിയുന്നതും ശീലമാക്കാതിരിക്കുക. അങ്ങനെയുള്ള കൂട്ടുകെട്ടുകളിൽ പെടാതിരിക്കുന്നത് വളരെ നല്ലതാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞല്ലോ, ടരൻറ്റുല ഹിസ്പാനിയ പലർക്കും കൊടുത്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ അതിൻ്റെ മെഡിസിനൽ വേറെ 1-2 കണ്ടീഷനൂടെ പറഞ്ഞിട്ട് മെഡിസിൻ ഭാഗത്തിലോട്ട് മനസ്സിലാകുന്നുണ്ടോ എല്ലാവർക്കും? ഉണ്ട് സാറേ. പിന്നെ വേറൊന്ന് പിള്ളേർക്കുള്ള ഒരു കുഴപ്പം, കള്ളം പറയുക, കട്ടെടുക്കുക, നുണ പറയുക, കട്ടെടുക്കുക, അതുപോലെയുള്ള അതിന് ഏറ്റവും എനിക്ക് റിസൾട്ട് കിട്ടിയിരിക്കുന്നുണ്ട് കാർക്കേറിയ കാർബ്. കാർക്കേറിയ കാർബ് നമ്പർ 1 മെഡിസിൻ. പിന്നെ അതുകൊണ്ടും പിന്നെ വേറൊന്നുണ്ട്, മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കുക. ഒരു ചെറിയ ഇതുണ്ടെങ്കിൽ അവരത് കണ്ടുപിടിച്ചിട്ട് അത് പറയുക. അതിനോട് കൂടി കള്ളം പറയുകയാണെങ്കിൽ മോർഫിനോ എന്ന് പറയുന്ന മരുന്ന് മെഡിസിൻ, ഈ കാർക്കേറിയ കാർബ് കൊണ്ട് ഈ കട്ടെടുക്കുന്ന പിള്ളേർക്ക് കൊടുത്തിട്ട് ഒരുപാട് റിസൾട്ട് കിട്ടിയ ഒരു മരുന്നാണ് കാർക്കേറിയ കാർബ്. എനിക്ക് അനുഭവമുള്ളതേ പറയുന്നുള്ളൂ, ബാക്കി അനുഭവം ഇല്ലാത്തതൊന്നും പറയാനില്ല. പിന്നെ വേറൊരെണ്ണം കള്ളം പറയുന്ന ഓപ്പിയം. അതൊക്കെ ഞാൻ 0/3 അത് കുറഞ്ഞില്ലെങ്കിൽ ഹയർ പൊട്ടൻസി കൊടുക്കും. അങ്ങനെയാണ്. പിന്നെ വേറൊന്നുണ്ട്, പരിഹസിക്കുക. ചുമ്മാ വേറുള്ള പിള്ളേരെയൊക്കെ ചുമ്മാ ഞോണ്ടുക, പരിഹസിക്കുക, എന്നിട്ട് അതിൽ ആനന്ദം കണ്ടെത്തുക. അങ്ങനെയുള്ള കുട്ടികൾക്ക് കൊടുക്കാവുന്ന പ്ലാറ്റിനോ. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു കൈ കടിക്കുന്ന കൂട്ടത്തിൽ ഒരു കാര്യം പറയാൻ പറഞ്ഞു, അതാണ് കഥനങ്ങൾ, അതായത് ബൈറ്റിംഗ് ഓഫ് ലിപ്സ്. അതിന് കൊടുക്കാവുന്ന ഒരു നല്ല ഔഷധമാണ് പയറ്റൊടക്ക. ബൈറ്റിംഗ് ഓഫ് ലിപ്സ് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ കീറിയപ്പോഴിങ്ങനെ നമ്മൾ വിചാരിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന്. ചിലപ്പം നമ്മൾ പഠിപ്പിക്കുന്ന കാലത്തും മെറ്റിയാമഴിക്ക പഠിക്കുന്ന കാലത്തും ഒക്കെ ചോദിക്കും. പക്ഷേ നമ്മുടെ ഈ കുറേ വർഷങ്ങളുടെ എക്സ്പീരിയൻസിൽ നമുക്ക് വരെ ഇതേ കേസുകൾ നമുക്ക് പലതും കിട്ടും. എന്നാൽ അവർക്ക് നമ്മുടെ മെറ്റീരിയൽ മേടിക്കാൻ പോകുമ്പോൾ എത്രയോ വലുതാണെന്ന് നമ്മളെത്തിൽ ഇല്ലാത്ത ഒന്നുമില്ല എന്ന് വേണം പറയാൻ. നമുക്കില്ലാത്ത ചുക്കില്ലാത്ത കഷായം ഉണ്ടോ എന്ന് ചോദിച്ചാൽ മാതിരി നമുക്കില്ലാത്ത മരുന്നുകളൊന്നുമില്ല. ഏതൊരു കണ്ടീഷൻ വന്നാലും അതിനെ നേരിടാനുള്ള ആയുധം നമ്മുടെ ഉണ്ട്. അത് ഫൈറ്റിലൊക്കെ അല്ലേ? അത് ഫൈറ്റിലൊക്കെ. പിന്നെ വേറൊരു കണ്ടീഷൻ പറയാൻ മറന്നുപോയത്, മൂക്കള തിന്നുക. എൻ്റെ കൊച്ചു നേരത്തെ ഉണ്ടാകും. ഇങ്ങനെ മൂക്കൊടിച്ചാൽ ഉടനെ ഇങ്ങനെ നാക്കുകൊണ്ട് മുകളിലോട്ട് നിൽക്കാവുന്നത്. അത് ഞാൻ 2 മരുന്നാണ് അതിന് ഇങ്ങനെയുള്ള ഇത് കൊടുക്കുന്നത്. ഒന്ന് സോറിനും ഒന്ന് സീന. പിന്നെ സോറിനും കൊണ്ട് കുറഞ്ഞില്ല, സൾഫർ കൊണ്ടും കുറച്ചിട്ടുണ്ട്. സീന. പിന്നെ വേറൊന്ന് ഈ പിക്കാന്ന് പറയും, അതായത് ഈ ക്രേവിങ്സ്, ഓരോ സാധനത്തിനോടുള്ള ഓരോരോ പ്രത്യേക സാധനത്തിനുള്ള ക്രേവിങ്സ്. അത് തീപ്പട്ടിക്കൊള്ളിയാണെങ്കിൽ ഫോസ്ഫറസ്. ഇങ്ങനെയുള്ള ആ പിക്കായെക്കുറിച്ച് പ്രത്യേക സാധനങ്ങൾ തിന്നാനുള്ള പ്രവണത. അതിനെ തീപ്പെട്ടിക്കൊള്ളി അതിന് ഫോസ്ഫറസാണ് കൊടുക്കുന്നത്. ചിലർ ഇതൊക്കെ എടുത്ത് തിന്നും. ഞാൻ അതിനെക്കുറിച്ച് പറയാം. ഇപ്പം ചില പിള്ളേർക്ക് ഒത്തിരി ഉള്ളി തിന്നും, പച്ച ഉള്ളി ഇഷ്ടമുള്ള പിള്ളേരാണ് അരിയൻസീപ്പ കൊടുക്കുന്നത്. അരിയൻസീപ്പ ആണ് ഡോണിയാണെന്ന് പറയുന്നത്. പിന്നെ ഈ ചോക്ക്, ചാർക്കോള്, ഇത് പച്ചരി, അരിയില്ലേ ഇങ്ങനെ പച്ചക്കിരുത്ത് തിന്നും ഒത്തിരി കേസ്. പിന്നെ ചായ, കാപ്പി മുതലായവർക്ക് കൂടുതലുണ്ടെങ്കിൽ അലൂമിനായ. ഈ പച്ചരി തിന്നുന്നത്, പച്ചക്കരി തിന്നുന്നത് ഞാൻ അതുകൊണ്ട് തന്നെ പല അസുഖങ്ങളും അതിനോട് കൂടിയുള്ള ഈ ഒറ്റ സിംറ്റംസ് ക്രേവിങ്സ് കൂടുതൽ വെച്ചിട്ട് സെലക്ട് ചെയ്ത് പല രോഗങ്ങൾ കുറച്ചിട്ടുണ്ട്. ഈ ക്രേവിങ് ഫോർ റൈസ് എന്ന് വെച്ചാൽ
പച്ചരി വേവിക്കാത്ത. ഇനി അങ്കുസ്റ്റേരിയ വേറെ എന്ന് പറയുന്ന ഒരു മെഡിസിൻ ഉണ്ട്. അത് കൊടുത്താൽ കാപ്പി ഭയങ്കരമായിട്ടുള്ള ക്രേവിംഗ് ഉണ്ട്. കോഫിയെക്കുറിച്ചുള്ള ക്രേവിംഗ് നിൽക്കും. പലർക്കും ഉണ്ട്. ചിലർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കട്ടൻ കാപ്പി കുടിക്കുന്ന മനുഷ്യരുണ്ട്. ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. നമുക്ക് ജീവിതത്തിൽ നമ്മുടെ പ്രാക്ടീസിൽ കാണാം. ഞാൻ ഒരു ദിവസം 75 ചായ കുടിച്ച ഒരാളെ ഭയങ്കര ഡയബറ്റീസ് ആയിട്ട് വന്നു. ചായ കുടി നിർത്തിയപ്പോൾ അയാളുടെ ഡയബറ്റീസും പകുതി കുറഞ്ഞു, മരുന്നില്ലാതെ തന്നെ. പിന്നെ ക്രേവിംഗ് ഫോർ സ്വീറ്റ്സ്, ഭയങ്കരമായിട്ട് സ്വീറ്റ് ആണെങ്കിൽ അത് പ്രായമുള്ളവരിലും ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട്. ഈ ഡയബറ്റീസ് ഉള്ള എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അമ്മ, അവർ ഓഫീസിൽ പോയി കഴിയുമ്പം വീട്ടിൽ വന്ന് നോക്കുമ്പം പഞ്ചസാര ടിന്നിൽ ഒന്നും കാണുകയില്ല, അതിലുള്ളത് മുഴുവൻ അടിച്ചു കഴിയും. ഭയങ്കര ഡയബറ്റീസാണ്. ഞാൻ ഈ ക്രേവിംഗ് ഫോർ ഷുഗർ ആൻഡ് സ്വീറ്റ്സ് വെച്ചിട്ട് ആർജിനൈട്രിക്കും കൊടുത്ത് അവരുടെ ബ്ലഡ് ഷുഗർ നോർമലായി. പിന്നെ അതിൻ്റെ ഒരു ഇൻ്റർ കറൻ്റ് ആയിട്ട് കുറഞ്ഞില്ലെങ്കിൽ കൊടുക്കാവുന്ന ഒരു മരുന്നാണ് തൈറോയിഡിന് ഒരു ഇൻ്റർ കറൻ്റാണ്. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു മരുന്നുണ്ട്, ക്രേവിംഗ് ഫോർ എക്സ്, ലൈം, സ്ലേറ്റ്, പെൻസിൽ, ചോക്ക്, ക്ലേ, റോപ്പട്ടോ, സ്വീറ്റ്സ്, ഐസ്ക്രീം. ഞാൻ കണ്ടിട്ടുണ്ട് പിള്ളേർ ഭിത്തിന്ന് ഈ പഴയകാലത്തെ ഭിത്തികൾ തുളച്ചിട്ട് ആ ഭിത്തിന്ന് ഈ വൈറ്റ് വാഷ് എടുത്ത് തിന്നുന്നത് കണ്ടിട്ടുണ്ട്. ശർക്കരക്കാർ കൊടുത്ത് കംപ്ലീറ്റ് പോയി. അപ്പോൾ എക്സ് ക്രേവിംഗ് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെയുള്ള പിള്ളേർക്ക് ചെറുപ്രായത്തിൽ തന്നെ 2-3 മുട്ടയൊക്കെ ഇരുന്ന് ഒറ്റയടിക്കും മേടിച്ചു കളയും. മുട്ട അവർക്ക് ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ളവർക്ക് ഈ ശർക്കരക്കാർ കൊടുത്താൽ നല്ല, അത് ശർക്കരക്കാരുടെ ഒരു പ്രധാനപ്പെട്ട സിംറ്റമാണ് ക്രേവിംഗ് ഫോർ എഗ്. അതായത് ലൈം, സ്ലേറ്റ്, പെൻസിൽ, ചോക്ക്, ക്ലേ, അതായത് പച്ചയ്ക്ക് ഈ ഉരുളക്കിഴങ്ങ് പച്ചയ്ക്ക് തിന്നും, ഐസ്ക്രീം, പിന്നെ കണ്ണി കാണുന്നതൊക്കെ തിന്നാനുള്ള ആഗ്രഹം ഈ കാക്കറിയയ്ക്ക് കാണും. പിന്നെ ഫ്രൈഡ് ഫ്രൂട്ടിനോടാണെങ്കിൽ സ്മോക്ക്ഡ് മീറ്റ്, അതായത് നമ്മൾ ഈ ഫോറിൻ കൺട്രീസിലൊക്കെ സ്മോക്ക്ഡ് മീറ്റ് ഉണ്ട്, ഇവിടെ ഉണ്ടോ എന്നറിയാതെ. അതുകൂടാതെ ഈ ഉണക്കയിൽ ചുറ്റു തിന്നുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടോ എന്നറിയത്തില്ല, പണ്ടൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് ഈ കാക്കറിയ ബോസ് കൊടുത്താൽ അതിനോടുള്ള ക്രേവിങ് നിൽക്കും. ഈ കരിയൊക്കെ തിന്നുകയാണെങ്കിൽ സിക്കൂട്ട വൈറോസ് ആയാൽ മതി. കരി കണ്ടമാനം തിന്നാൽ, മീനില്ലാതെ ഉണ്ണുകയറാത്ത ചില മനുഷ്യന്മാരൊക്കെ ഉണ്ട്. അതൊന്നൊരു ഹാബിറ്റ് ആകാം. എന്നാലും മീനില്ലാതെ ചോറുണ്ണുകയറാത്ത ആൾക്കാരുണ്ട്. അതുപോലെ പിള്ളേരും ഉണ്ട്. മീൻ അർജന്റാണ്, അവർക്ക് അത് ഇല്ലാതെ പറ്റിയല്ല. അല്ലെ അവർ നിലത്ത് കിടന്ന് വിളിക്കണം സൈക്ലാമിന മെഡിസിൻ. പിന്നെ അച്ചാർ കൂടുതൽ. എൻ്റെ വീട്ടിലൊരു കൊച്ചുണ്ട്, അച്ചാർ കണ്ടാകുമ്പോൾ കാണാതെ എടുത്ത് തിന്നും. അച്ചാർ തന്നെ നല്ല എരിവും പുളിയൊക്കെയാണ്. അത് ആരും കാണാത്തപ്പോൾ അതിൻ്റെ അകത്ത് പോയി എടുത്തങ്ങ് തിന്നും. അത് ഇപ്പൊ കുറെ കുറവുണ്ട്. കപ്പാർസൽ പിന്നെ പിള്ളേർക്ക് എപ്പോഴും മീറ്റ് വേണമെന്ന് പറയുന്ന പിള്ളേരുണ്ട്. ഇപ്പോൾ അതെല്ലാം മീറ്റെല്ലാം കഴിയുന്നതും തിന്നാതിരിക്കുന്നതല്ല. അതിൻ്റെ അകത്ത് മുഴുവൻ ഈ 2 വർഷം കൊണ്ട് വളരുന്നതും 2 മാസം കൊണ്ട് വളർത്തിയെടുക്കുന്ന ഇഞ്ചക്ഷൻ കൊടുത്ത്, ഹോർമോൺ ഇഞ്ചക്ഷൻ കൊടുക്കുന്ന ആ മീറ്റ് വേണമെന്ന് പറയുന്നവർക്ക് കൊടുക്കാവുന്ന മരുന്ന് മഗ്നീഷ്യം. പിള്ളേർക്കാണ്, പ്രത്യേകിച്ച് പിള്ളേർക്ക് അത് മാറിക്കിട്ടും. മഗ്നീഷ്യം കാർബ്. ഫ്രൂട്ട് ഐസ്ക്രീം, ഫ്രൂട്ട് സാലഡ്. പിന്നെ ഉപ്പ് കൂടുതലുണ്ടെങ്കിൽ, ബാക്കിയുള്ള മെഡിസിൻ ഒന്നും കൊടുത്തിട്ട് കുറവില്ലെങ്കിൽ മെഡോറിന് ഒരു ഇൻ്റർ കറൻറ്റ് മെഡിസിൻ ഉണ്ട്. അതും ബാക്കി ഇൻഡിക്കേറ്റർ മരുന്നും കൂടെ പെട്ടെന്ന് ആക്ട് ചെയ്യും. ഇപ്പം പഴയ ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പം എല്ലാ വീട്ടിലും ഇല്ല. നേരത്തെ എൻ്റെ പ്രാക്ടീസിൻ്റെ തുടക്കത്തിൽ കണ്ടിട്ടുണ്ട്, ഈ ചാണകം കൊണ്ട് മെഴുകുവാനും തറ, അത് അടർത്തിയെടുത്ത് തിന്നുന്ന പിള്ളേരെ കണ്ടിട്ടുണ്ട്. ഇപ്പം അതൊന്നും ഇല്ലല്ലോ, ചാണകം കൊണ്ട് മെഴുകിയത് ഇല്ല.
ഇപ്പം ഈ മട്ടൊക്കെ അടുത്ത് തിരികെയാണെങ്കിൽ മെർസോളാണ് മെഡിസിൻ. മെർസോൾ തണുത്തതും ഐസും ഐസിട്ട് വെള്ളം കുടിക്കും. സാധാരണ പിള്ളേരിൽ കാണുന്ന ഒരു പരിപാടിയാണ്. നാട്ടൽ സൾഫാണ് മെഡിസിൻ. ഈ പിക്കാന്ന ഇതിനെ പൊതുവെ പറയുന്നത്. ഇങ്ങനെ പല സാധനത്തിനോടുള്ള ക്രേവിങ്സ് ഉണ്ടെങ്കിൽ ചോക്ക്, സാൻഡ്, ഡേർട്ട്, ഇപ്പം ഞാനിത് നേരത്തെ ഒന്ന് പറഞ്ഞതാണ്. ഇങ്ങനെ പലതിനും നമ്മൾ കൊടുക്കുന്നത് കാൽക്കരിയ കൊടുക്കും. പക്ഷേ നൈട്രിക് ആസിഡും അതുപോലെ തന്നെയാണ്. അത് ചാരമൊക്കെ കഴിക്കും, സോപ്പ് എടുത്ത് കഴിക്കും, ചിലപ്പം തലേന്ന് മുറി പറിച്ച് തന്നെ നിന്നിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള പിള്ളേർക്ക് കൊടുക്കേണ്ടി വരുന്ന നൈട്രിക് ആസിഡാണ്. ചില പിള്ളേർക്ക് എത്ര പാല് കുടിച്ചാലും മതിയാകുകയില്ല, ചോറുണ്ണുകയില്ല. കുഞ്ഞുങ്ങൾ പാല് മാത്രം കുടിക്കുള്ളൂ. അങ്ങനെയുള്ളവർക്ക് കൊടുക്കേണ്ട മെഡിസിൻ ഫ്രസ്റ്റോക്സാണ്. പിന്നെ ബ്രെഡ് കൊടുത്താൽ തിന്നിയില്ല. പക്ഷേ ഐസ്ക്രീമിനോട് ഭയങ്കരമായുള്ള താല്പര്യം ഉണ്ടെങ്കിൽ കൊടുക്കേണ്ടത് സാൻഗുനേറിയ. ബട്ടർ മിൽക്കിനോടുള്ള ക്രേവിങ്സും ചീസിനോടൊക്കെ ചില പിള്ളേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ചീസ് തന്നെ തിന്നും, എത്ര തിന്നാലും മടുക്കുകയില്ല. ചില ഉപ്പുമയം കൂടെ ഉള്ളതായി ചീസ് എന്ന് പറയുന്നത്. അതിന് തലാപ്സിയാണ് മരുന്ന്, തലാപ്സി ബേഴ്സ. പിന്നെ ചില പിള്ളേർ മലം തന്നെ, കൊച്ചു പിള്ളേരാണ് മലവും മൂത്രമൊക്കെ കുടിക്കുന്ന പിള്ളേരുണ്ട്. ചില പ്രായമായവരുടെ പോലും തിരിച്ചറിവില്ല. എന്നാൽ ഞാൻ പല കേസുകളിലും കണ്ടിട്ടുണ്ട് ഈ അൾസിമേഴ്സ് ഡിസീസ്, ഡൈമെൻഷ്യയൊക്കെ ഉള്ളവർ മലവും മൂത്രമൊക്കെ തന്നെ എടുത്ത് തിന്നുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അത് ബെറാട്ടമാർഗം കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. പിള്ളേരിലും അത് നല്ല റിസൾട്ട് കിട്ടും. ഇനി 10-20 മിനിറ്റ് ഉണ്ട്. തുടരണോ അതോ ക്വസ്റ്റ്യൻ ആൻസർ വേണോ? വേണ്ട സാറേ, സാറ് തുടർന്നാ മതി. അത്രയും കൂടെ ഞങ്ങൾക്ക് കിട്ടണം. ഓക്കെ. പിന്നെ വേറെ കുറെ കണ്ടീഷനൂടെ പറയാം. ആർക്കെങ്കിലും സാറിനോട് ചോദ്യം ചോദിക്കണമെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യുകയോ ചാറ്റ് ബോക്സിൽ ഇടുകയോ ചെയ്യാം. പക്ഷെ സാറ് ക്ലാസ് അങ്ങ് തുടർന്നാൽ മതി. എൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ പറയാം. ഓക്കെ. പിന്നെ ഇങ്ങനെ പിള്ളേർ ചുമ്മാ കിടന്ന് കരയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. ഒരു കാരണവുമില്ല. ഞാൻ സാധാരണ കൊടുക്കുന്നത് 2 മെഡിസിനാണ് സാധാരണ കൊടുക്കുന്നത്. ചുമ്മാ കാരണമില്ലാതെ കരയുക. എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവുമില്ല, ഭയങ്കര ചിത്താന്തം. അത് അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ വീട്ടിലുള്ള പരിചയമുള്ള ആരെങ്കിലും എടുത്താൽ കുറയുന്നുണ്ടെങ്കിൽ അത് ചമമില്ല. കുറയുന്നില്ല എങ്കിൽ സീനായ അവർ വേണ്ടിയതിനെല്ലാം, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഔഷധമാണ് ഇത് 2. സഹതാപകരമായ കരച്ചിൽ കയ്യിലെടുത്താൽ മാത്രമേ സമാധാനപ്പെടുകയുള്ളൂ. അത് ചമമില്ല. എടുത്താലും കേൾക്കില്ലാത്തതാണ് സീന. അത് ചിലപ്പോൾ ചെവി വേദന കൊണ്ടും ഉണ്ടാകാം പിള്ളേരിൽ. പിന്നെ ചൂട് ശരീരത്തിന് കാറ്റെഴുതിൽ നിന്നൊക്കെ ഉണ്ടായ അസ്വസ്ഥത കൊണ്ടാണ് അക്കണൈറ്റ് ആവുന്നത്. അക്കണൈറ്റ് നാപ്പ്. ചൂട് ശരീരത്തിൽ ചൂട് അനുഭവപ്പെടുകയും തണുത്ത് വരേണ്ട കാറ്റ്
നിന്നുണ്ടാകുന്നതുമാണെങ്കിൽ, ഇറിറ്റബിലിറ്റി അതായത് ഫിയറുമാണെങ്കിൽ അക്നൈറ്റാ മതി. ചില പിള്ളേർ രാത്രി സ്വപ്നമൊക്കെ കണ്ട് ഉറക്കത്തെ ഞെട്ടി ഉണർന്നത് ഉറക്കെ അങ്ങ് കരയും. എന്നാ കാരണമെന്ന് പറയില്ല. അതിന് കൊടുക്കാവുന്ന ബെസ്റ്റ് മെഡിസിൻ ബെൽഡോണായ. പിന്നെ ഒരു കണ്ടീഷൻ, ബെഡ് വെറ്റിങ്. അതിപ്പോൾ എല്ലാ സാധാരണ പിള്ളേർക്കുണ്ട്. ഞാനിപ്പോൾ ഒരു കുട്ടിയെ ചികിത്സിക്കുന്നുണ്ട്. ഏകദേശം 10-12 വയസ്സുണ്ട്. ഇപ്പോഴും അത് കിടന്ന് മൂത്രം ഒഴിക്കും രാത്രി. ചോദിച്ചു കഴിഞ്ഞാൽ പറയാം അറിയത്തില്ല, കിടന്നറിയാതെ ബെഡ്. ഒത്തിരി കേസുകൾ നമുക്ക് ഈ ബെഡ് വെറ്റിങ്ങിനുള്ള മരുന്ന് രാത്രി അറിയാതെ മൂത്രമൊഴിക്കുന്നതിനുള്ള മരുന്നുകളുണ്ട്. അത് രാത്രിയിൽ അനേകം തവണ കിടന്ന് മൂത്രമൊഴിക്കുക. കിടക്ക വിരിവ് തവിട്ട് നിറത്തിലുള്ള കറയാണ്. മൂത്രത്തിൻ്റെ ഒരു കറ കാണും, തവിട്ട് നിറത്തിലായിരിക്കും. അതിൻ്റെ ഭയങ്കര ദുർഗന്ധമായിരിക്കും. കുതിരമൂത്രത്തിൻ്റെ മണമായിരിക്കും. ബെൻസോയിക് ആസിഡ് ഉണ്ട്, പിന്നെ അത് നൈട്രിക് ആസിഡ് ഉണ്ട്. ഈ കുതിരമൂത്രത്തിൻ്റെ മണം. ഗാഢനിദ്രയിൽ ബോധപൂർവമല്ലാത്ത മൂത്രം ഓരോർക്ക്, അതും ബെൽഡോണ വളരെ നല്ലതാണ്. എങ്ങനെ സാറേ? ഭയങ്കരമായ ഉറക്കത്തിൽ നിന്ന് കൊച്ചിനെ എഴുന്നേപ്പിച്ചെന്നാൽ പാതിരാകുമ്പോൾ ഒന്ന് എഴുന്നേപ്പിക്കാമെന്ന് വിചാരിച്ചാൽ അത് എഴുന്നേക്കുകയില്ല. ഉറക്കത്തിൽ തന്നെ ആയിരിക്കും. പിന്നെ വിചാരിക്കും വീട്ടിലുള്ളവർ വിചാരിക്കും അവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടെന്ന് വിചാരിക്കും. അത് ബെൽഡോണയ്ക്കാണ് ആ സിംറ്റം. ഫസ്റ്റ് സ്ലീപ്പിലാണ്, ആദ്യ ഉറക്കത്തിൽ തന്നെ കിടന്ന് മൂത്രമൊഴിക്കുന്നു. വരണ്ട തെളിഞ്ഞ കാലാവസ്ഥയിൽ അത് വർദ്ധിക്കും. അത് പോഷ്ടികമാണ്. നല്ല കാലാവസ്ഥയാണ്. നമ്മൾ സാധാരണ ഈ മഴക്കാലത്തൊക്കെ മൂത്രം കുറച്ച് കൂടുതൽ പോകും. ഇത് നല്ല കാലാവസ്ഥകളിൽ പോകുന്നത് അങ്ങനെ പോവുകയാണെങ്കിൽ, അതായത് ഫസ്റ്റ് ഹാഫ് ബിഫോർ മിഡ് നൈറ്റ് തന്നെ മിക്കവാറും അത് കൂടുതലായിരിക്കും. കാരണം വേറൊരു മരുന്ന് അതുകൊണ്ട് കൊടുത്തിട്ട് കുറഞ്ഞില്ലെങ്കിൽ കൊടുക്കാവുന്ന വേറൊരു മെഡിസിനാണ് ഇക്വിസിറ്റം. അതൊക്കെ സീറോ ബർത്ത് ഞാൻ സീറോ ബാർത്ത്. പക്ഷേ ഇതൊന്നും കൊടുത്തിട്ട് കുറവില്ലെങ്കിൽ കൊടുക്കുന്ന ഒരു മെഡിസിനാണ് ബേസിലിനം. ബേസിലിനം ഞാൻ 200 പൊട്ടൻസി കൊടുക്കും. ഇപ്പം സീറോ ബാർത്ത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ മന്ദബുദ്ധികളായ കുട്ടികൾ രാത്രി കിടന്ന് മൂത്രമൊഴിക്കും. അങ്ങനെ വരികയാണെങ്കിൽ ബറൈറ്റാക്കാറാണ്. ചിലപ്പോൾ മൂത്രമൊഴിക്കുകയല്ല. ഇപ്പം ചില പിള്ളേരുണ്ട്, ഈ പിള്ളേർ കക്കൂസി പോവാണേലും പറയരുത്. ഈ ബറൈറ്റാക്കാറ് പിള്ളേർ അങ്ങനെയാണ്, മെൻ്റലി റിട്ടാർഡഡ് ആയിരിക്കും, മന്ദബുദ്ധികളായിരിക്കും. അത് കൊടുത്തിട്ട് പോയില്ലെങ്കിൽ കൊടുക്കാവുന്ന വേറൊരു മരുന്നാണ് പൂജ. പിന്നെ ഇന്റർകറന്റ് ആയിട്ട് മെഡോറിനം കൊടുക്കാം, അല്ലെങ്കിൽ പിന്നെ സിപിനും ഇന്റർകറന്റ് ആയിട്ട് കൊടുക്കാവുന്ന ഒരു മെഡിസിൻ. ആർക്കും സംശയമില്ല, ചോദ്യമില്ല. അതിൻ്റെ ആർക്കെങ്കിലും കൂട്ടി യോജിപ്പിക്കാനുണ്ടെങ്കിൽ, ആരെങ്കിലും സീനിയർ ഡോക്ടേഴ്സിന് വല്ലവർക്കും കൂടുതൽ പറയാനുണ്ടെങ്കിൽ അതിന് ചെയ്യാം കേട്ടോ. ജയചന്ദ്രൻ ഡോക്ടർ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. എന്നാ പറഞ്ഞോട്ടെ. ഓ ഇല്ലല്ലോ, ഔട്ടായി. ഇല്ല, കാണാം എത്തിയിട്ടുണ്ട്. കൈ ഉയർത്തിയിട്ടില്ല, കാണാം. അതെ, അറിയാതെ കൈ ഉയർത്തിയതായിരിക്കും. കൈ കാണിച്ചെന്നേ ഉള്ളായിരിക്കും. ചോദിക്കാനുണ്ടോ അതോ ചുമ്മാ കാണിച്ചാണോ? തെറ്റിപ്പോയതായിരിക്കും സാർ. പെട്ടെന്ന് താഴ്ത്തി. വീണ്ടും ഉണ്ട്. ചോദിച്ചോ, എന്നെ പറഞ്ഞോ. ജയേന്ദ്രൻ ഡോക്ടർ അൺമ്യൂട്ട് ചെയ്തോളെ. അൺമ്യൂട്ട് ചെയ്തോ. ഹലോ സാറേ, സുഖമായിരിക്കുന്നല്ലോ? ആയിരിക്കുന്നു. ഡോക്ടർക്ക് ആരോഗ്യമൊക്കെ നല്ലതാണല്ലോ? അത്ര നല്ലതല്ല, എന്നാലും അതിന്റെ പറച്ചിലിന്ന് കേൾക്കാവുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചുമയും ഇവിടൊക്കെ തകർത്ത മഴയാണ്. നെറ്റ് പോകും മുമ്പേ ഞാൻ ചോദിച്ചോട്ടെ? പറഞ്ഞോ. എന്റെ അറിവിലുള്ള ഒരു കുട്ടി, ഒരു 10-12 വയസ്സായ ഒരു കുട്ടിയാണ്. അത് കൊച്ചിയിലെ മുതലേ അയാൾക്ക് ഫാന് ഹൈ സ്പീഡിൽ ഇട്ടെങ്കിലേ അയാളെ പകലായാലും രാത്രി ആയാലും
ഫാനിന്റെ ഇടിമുഴക്കം കേൾക്കണം. അതിനുവേണ്ടി ഫുൾ സ്പീഡിൽ ഇട്ടെങ്കിലേ അയാൾ ഉറങ്ങുള്ളൂ. മഴയാവട്ടെ വെയിലാവട്ടെ ഡോക്ടർ എന്താവട്ടെ. എന്നാ കൊടുത്തു? എന്തേ ഡോക്ടർ എന്ത് കൊടുത്തെന്ന്? ഇതേവരെ ഒന്നും കൊടുത്തില്ലേ ഇതൊന്നും അറിഞ്ഞിട്ട്? ഇതേരെ ഒന്നും കൊടുത്തില്ല. സാറിനോട് ചോദിക്കാതെ എന്തെങ്കിലും കൊടുത്തോ ഞാൻ? കാർബോവേജ് ക്രേവിംഗ് ഫോർ ഫാൻ എന്നൊരു സിംറ്റം പഠിച്ചിട്ടില്ലേ? കാർബോവേജിന്റെ അതെ ആദ്യത്തെ അതെ ഒന്നാമത്തെ ആ സിംറ്റം. ആ കാർബോവതി തന്നെ ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ബോഡി കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെയല്ല. ആളൊരു ആണെങ്കിലും സ്കെലിട്ടൻ അതൊന്ന് ബോയ് ആണ്. കൊടുത്തേ. കൊടുത്തിട്ട് ആ കുറവില്ലെങ്കിൽ ഇതുപോലെ ആ നീ എന്നെ നേരിട്ട് ആ ഡോക്ടറെ ഇതില് വാട്സപ്പിൽ എന്റെ നമ്പറുണ്ട്, നോക്കി വിളിക്കാം. അന്നേരത്തെ എനിക്കറിയാം ഞാൻ വിളിക്കാം. ഞാൻ ഇടയ്ക്ക് വിളിച്ചിട്ട് എടുക്കാറില്ല. ഞാൻ ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും അയ്യോ ഒക്കെ ഒരു സാറേ, അത് ഞാൻ പേഷ്യന്റ് ചുറ്റാകെ ഇരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് എടുക്കാത്ത. ഞാൻ ഇനി ആയിക്കോട്ടെ, അന്നേരം ഇനി ഞാൻ വിളിക്കും. ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. എന്നിട്ട് ഓക്കെ, അല്ലെങ്കിൽ ഞാൻ കാർബോവതി കൊടുക്കാം. നോക്കി വെച്ചേക്കാം. പിന്നെ ഏത് കോൺസ്റ്റിറ്റ്യൂഷനാ? കോൺസ്റ്റിറ്റ്യൂഷൻ സോറി കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അന്നേരം ഇടയ്ക്ക് ഒരു സൾഫർ 0/3 കൊടുത്തേച്ചും കുറച്ചാണ്, എന്നിട്ട് ഒന്ന് കൊടുത്തേ, കുറഞ്ഞിട്ട് കാർബോവേജ് കൊടുത്തിട്ട് കുറഞ്ഞില്ലെങ്കിൽ. ഞാൻ ഈ സിംറ്റം ഓക്കെ ഓക്കെ ഒരുപാട് ആ കേസുകൾ, അതായത് ഒരു അതെ അതെ acute ഇത് എന്നാ ഹൈപ്പർ ടെൻഷൻ വിത്ത് മയോകാർഡിയൽ ഇമ്പാക്ഷൻ. ഞാൻ ചെന്ന് ആ പേഷ്യന്റിനെ നോക്കിയപ്പം ഒരു 75-80 വയസ്സുള്ള സ്ത്രീയാ. ആ എൻ്റെ കൂട്ടുകാരൻ്റെ അമ്മയാ. ഞാൻ ചെന്ന് ആ നോക്കുമ്പോൾ ഒരു ഫാൻ മോഡിൽ ണ്ട്, സൈഡ് 2 ടേബിൾ ഫാൻ. അത് കൂടാതെ ഭാര്യയും ആ ഭർത്താവും ബസറി കൊണ്ട് വീശിക്കൊണ്ടിരിക്കുക. ആ ഒരു 0/3 കാർബോവേജ് ആ ഡിസ്ട്രിബ്യൂട്ടർ അത് 5 മിനിറ്റ് ഇടയിട്ട് 10 മിനിറ്റ് കഴിഞ്ഞപ്പം പാലുമെല്ലാം ഓഫ് ചെയ്തു, BP നോർമലായി. ആ ഈ ഒറ്റ ആ സിംറ്റംസ് ആ. കാർബോവേജ് ശരി ശരി. ക്രേവിംഗ് ഫോർ ഫാൻ. ഞാനത് ട്രൈ ചെയ്യാം. വേറെ അൺകോമൺ പെക്യൂലറായിട്ട് നമുക്ക് എടുക്കാവുന്ന ചില ആ സിംറ്റംസ് ഉണ്ട് ഹോമിയോപ്പതിയിൽ. ആ ആ അതിലൊന്നാ. ഇനി വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏതാണെന്ന് അതൊരു ഇന്റർ കറന്റ് കൊടുത്തു നോക്കാം. സോറിക്കാതെ ഓക്കെ ഓക്കെ ചില്ലി പേഷ്യൻ്റ് ആണ്, സോറിനും ഹോട്ട് പേഷ്യൻ്റ് ആണ്, സപ്പറും ഇട്ട് ഇന്റർ കറന്റ് കൊടുക്കും കുറഞ്ഞില്ലെങ്കിൽ. എന്നിട്ട് എന്നെ ശരി ശരി. അന്നേരം ഞാൻ പറയാം. കൊടുത്തിട്ട് ഞാൻ വിളിക്കാം സാർ. ഇതൊക്കെ കൊടുക്കണ്ടേ ഡോക്ടറെ? ഇതൊക്കെ എന്തിനാ പഠിച്ചേ? കൊടുക്കാം. എന്നാലും വിദഗ്ധനായ അങ്ങയോട് ചോദിക്കാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അങ്ങനെയൊന്നുമില്ല. അങ്ങയുടെ വിലയേറിയ ഉപദേശം കിട്ടിയേ ഞാൻ എന്ത് ചെയ്യൂ. ഓക്കെ, കുറഞ്ഞിരിക്കും. നന്ദി ഞാൻ ഡോക്ടറെ. വിളിക്കാം. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ കോളിംഗ്. നല്ല ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മളെ പഠിക്കാത്തൂടെ ഓക്കെ ഒന്നുകൂടെ നോക്കും അന്നേരം. അതെ വളരെ സാർ. സന്തോഷം. ഓക്കെ താങ്ക് യു സാർ. ഇനി 8 മിനിറ്റ് 8 മിനിറ്റ് കൂടെ ഉണ്ട്. ഇല്ലെങ്കിൽ ഞാൻ വേറെ ഒരു ഭാഗം കൂടെ അങ്ങ് എടുക്കും. അല്ല, 8 മിനിറ്റ് കൊണ്ട് തീരെയല്ലേ സാറേ? 8 മിനിറ്റ് കൊണ്ട് തീരെയല്ല. തീരെയല്ല. അപ്പൊ നമുക്ക് അടുത്ത ഇതായിട്ട് വെക്കാം അല്ലേ? അടുത്തതുണ്ട്. ഇനി ഇഷ്ടം പോലെ ചാപ്റ്റർ എൻ്റെ ഇതിലുണ്ട്. 10-15 എണ്ണം പിള്ളേരുടെ തന്നെ വേണ്ടി എടുക്കാം. പിന്നെ മെന്റൽ ഡിസീസ് വേറെ സാറിന്ന് മുഴുക്ക പറഞ്ഞാലും ഞങ്ങൾക്ക് സന്തോഷമാണ്. ഓ ഞങ്ങൾ ഉറങ്ങാതിരുന്ന് കേൾക്കും. ഏതായാലും എല്ലാരും നാളത്തേനൊക്കെ ഉള്ളത് പ്രിപ്പയർ ചെയ്ത് വെച്ചോ. നാളെ കഴിഞ്ഞ് പോകണ്ടേ? സാറ് വരുമോ? ഞാൻ വരികയില്ല, എനിക്ക് തീരെ അയ്യോ ഇപ്പൊ തന്നെ വരാൻ നോക്കണം. പറ്റിയല്ല ഡോക്ടറെ. നിങ്ങൾ കണ്ടതല്ലേ? അറിയാം എനിക്കറിയാം. സാറ് പറഞ്ഞതുപോലെ അത് എല്ലാവരും ബോംബെയിലാണ്, അതുകൊണ്ടാണ് സാറ് ബോംബെയിലാണ് ഇപ്പോഴേ. അതെ ഏതായാലും അമേരിക്കയിൽ നിന്നാണ് ചിലരൊക്കെ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് എത്തിക്കൊണ്ടിരിക്കുക എറണാകുളത്തിൽ. ഡൽഹിയിലും കൽക്കട്ടയിലും പല സ്ഥലത്തുനിന്നും ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് മേലാത്തതുകൊണ്ടാണ് വരാത്തത്. അല്ല, ഞാൻ എനിക്ക് വീട്ടിൽ വന്നത് പറഞ്ഞു പോകരുതായിരുന്നു. അതുകൊണ്ട് തന്നെ തീരെ മേല. കോട്ടയത്തായിരുന്നെങ്കിൽ സാറിന് വരായിരുന്നു. ഇത് പറഞ്ഞ മാതിരിയാ. വെളിച്ചപ്പാടിന്റെ വാടും ചെലമ്പും ഒക്കെ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തുള്ളത് തുടങ്ങുമെന്ന് പറഞ്ഞ മാതിരിയാ. ഇതിന്റെ ഒരു ആവേശം കയറി അങ്ങ് എടുത്തങ്ങ് പോകും. അങ്ങനെ അങ്ങ് എടുക്കുന്നതാണ്. സാറ് പറഞ്ഞ പോലെ എല്ലാരെയും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ഒരു ദിവസം മാത്രമാണ് നമ്മളുടെ ആഘോഷ പരിപാടിക്കായിട്ടുള്ളത്. ഇതിലുള്ള എല്ലാവരും തന്നെയും രജിസ്റ്റർ ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇനി ആരെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ
ഇനി ഒരു ദിവസം കൂടെയുണ്ട്. ഇതിൽ രജിസ്റ്റർ ചെയ്ത് ഈ പരിപാടി വിജയിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ്. ഇനി സാറിനോട് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ, 2 മിനിറ്റേ ഉള്ളത്, ചോദിക്കാനോ എന്തെങ്കിലും അഭിപ്രായം പറയാനോ ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാം. മായാദാസൻ ഒന്നും പറയുന്നില്ലല്ലോ. ഒത്തിരി നാളായല്ലോ മായാദാസന്റെ ഒന്നും കേട്ടിട്ട്. നോക്കട്ടെ സാർ, ഞാൻ മായാദാസൻ അൺമ്യൂട്ട് ചെയ്യാൻ നോക്കട്ടെ സാർ. പിന്നെ നമ്മുടെ മായാദാസ് അനുഭവം കാണും. ഇതുപോലെയുള്ള ബെഡ് വെയിറ്റിങ്ങും ഇതുപോലെയുള്ള ഡോക്ടർ ധനേശിന്റെ അഭിപ്രായം പറയട്ടെ. എന്നാലെന്റെ മായാദാസൻ ഡോക്ടർക്ക് അൺമ്യൂട്ട് ചെയ്യാവോ? സാറേ മായാദാസ് ഇതിലിപ്പോ പ്രത്യേകിച്ച് അഭിപ്രായം പറയാനൊന്നും ഇല്ല. കാരണം അത്ര കൊണ്ട് തകർപ്പനായിട്ടാണ് സാറ് പറഞ്ഞത്. ഞാൻ എന്റെ അനുഭവം ഉള്ളതൊക്കെയാ പറയുന്നത്. അതെ അതെ, അത് തന്നെയാണ് അതിന്റെ പ്രത്യേകതയും. തപ്പിയപ്പോ അധികാരം എടുക്കാത്ത ഒരു സബ്ജക്റ്റാ ഇതെന്നാ എനിക്ക് തോന്നുക. അതാ ഞാൻ ഇത് എടുക്കാൻ കാര്യം. ഇതിലൊക്കെയാ നമുക്ക് കൂടുതൽ വളരെ നല്ലതാ സാറേ. കേസ് കിട്ടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അതെ, വ്യത്യസ്ത വിഷയങ്ങളാണ്. സാർ എന്നും വ്യത്യസ്തതയുടെ ആളാണല്ലോ. ഇതിലൊക്കെ നമുക്ക് ഇഷ്ടം പോലെ കേസുകൾ കിട്ടും. നമ്മൾ കേസ് ഉണ്ടെങ്കിൽ ഒരാൾക്ക് കുറച്ച് കഴിയുമ്പോൾ ആള് ചെന്നിട്ട് പറയുന്നത് ഇങ്ങനെ ഒരു ഡോക്ടറുണ്ട്, അത് ശരിയാകുമെന്ന്. എനിക്ക് ഇപ്പോഴും ഒത്തിരി ഒന്നുമില്ല, എന്നാലും ഇപ്പോഴും ഇതുപോലെയുള്ള കേസുകളൊക്കെ കിട്ടാറുണ്ട്. പിന്നെ നമ്മളത് കൂടുതലും വെളിപ്പെടുത്താത്ത എന്നാണെന്ന് വെച്ചാൽ, ഒരിടയ്ക്ക് ഞാൻ അവരെ കൊണ്ട് സാക്ഷ്യം പറയിപ്പിച്ചു. എൻ്റെ ഒരുപാട് പേഷ്യൻ്റ് കുറഞ്ഞു പോയി. ആ ഡോക്ടർ ഇതെല്ലാവരോടും വിളിച്ചു പറഞ്ഞ് നടക്കും, കൊണ്ട് ഡോക്ടർ അങ്ങനെ ഒരു കുഴപ്പം മനസ്സിലായപ്പം ഞാനത് ആരോടും സാക്ഷ്യം പറയാൻ. ഒരുപാട് കേസുകൾ നമുക്ക് ഇതുപോലെയുള്ള, അതുപോലെ ഇപ്പം ലേണിംഗ് ഡിസബിലിറ്റീസ് ഉണ്ട്. പിള്ളേർ പള്ളിപ്പുറത്തിൽ പോകാൻ മടിയുള്ളവരുണ്ട്. നമ്മളെ മരുന്ന് കൊടുത്താൽ മാറും. ഒരുപക്ഷെ പേടി കൊണ്ടായിരിക്കും. അതിൻ്റെ ടീച്ചർമാർ കണ്ണുരുട്ടി കാണിക്കും, അത് എന്തെങ്കിലും ഉപദ്രവം കാണിക്കും, എന്തെങ്കിലും അവരോട് താല്പര്യമില്ലായ്മ കാണിക്കും. ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളാണ്. ഇപ്പോൾ പിള്ളേർ പള്ളിപ്പുറത്തിൽ പോയാൽ പലരും പോകാൻ മടി കാണിക്കുന്നവരുണ്ട്. എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ട്, ഒരു പ്രധാനപ്പെട്ട സിറ്റിയിൽ ഒരു വലിയൊരു ഡോക്ടറുടെ കൊച്ചുമോനാണ്. അവർ വലിയ മെഡിക്കൽ കോളേജിലെ പ്രൊഫസറൊക്കെ ആയിരുന്നു, ജനറൽ മെഡിസിൻ്റെ. അവരുടെ വീട്ടിലെ സാഹചര്യം അവനെ അങ്ങനെ ആക്കിയത്. കൊറോണ കാലത്ത് അവൻ പോയില്ല കുറേ ദിവസം സ്കൂളിൽ. പിന്നെ അവൻ പോയിട്ടേ ഇല്ല. അപ്പം വീട്ടിൽ ഇരുത്ത് പഠിപ്പിക്കുക, ആരോടും മിണ്ടിയല്ല. വീട്ടിൽ മുറി അകത്തിരുന്ന് കഴിക്കുന്ന മാത്രം, വലിയമോട് മാത്രം സംസാരിക്കുകയുള്ളായിരുന്നു. കൊണ്ടുകൊടുക്കുന്ന ഭക്ഷണം കഴിക്കും, കുളിച്ചാൽ കുളിച്ചു, ഭക്ഷണം കഴിച്ചാൽ കഴിച്ചു. ഇപ്പം ഭക്ഷണം കഴിക്കും, ഒരു ട്യൂഷൻ സെൻറ്ററിൽ വെച്ച് ഒരു ടീച്ചറെ വെച്ചിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. ഇപ്പം വെളിയിലൊക്കെ പോകും, സാധനമൊക്കെ മേടിക്കാൻ അമ്മമ്മയുടെ കൂട്ടത്തിൽ പോകും. ഒരുപാട് വ്യത്യാസം വന്നു നമ്മുടെ മരുന്ന് കൊണ്ടും. പിന്നെ ഇച്ചിരി കൗൺസിലിംഗ് ടെക്നിക്കൊക്കെ അറിഞ്ഞിരിക്കണം. നമുക്കറിയാവുന്ന കൊണ്ട് ചെയ്താൽ മതി. പഠിക്കാൻ പറ്റിയെങ്കിൽ പഠിക്കണം. സൈക്കോളജിക്കൽ ഇതുമൊക്കെ ഹെൽപ്പോടെ തേടിയാൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ലോകം പല സോക്കോഡ് ഒരിക്കലും കുറയരുതെന്ന് വിചാരിക്കുന്ന പല കേസുകളും നമുക്ക് മാറ്റാം. മനുഷ്യൻ്റെ സ്വഭാവം മാറ്റിയെടുക്കാം. അത് വളരെ ശാന്തതയോടും സമാധാനത്തോടും കൂടി കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കിയ എല്ലാ കുട്ടികൾക്കും അതെടുക്കട ഇതെടുക്കട, അല്ലെ ഞാൻ ശരിയാക്കി കളയും, നിന്നെ ഓടിച്ചു കളയും, അല്ലെ തല്ലിക്കളയും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു പിള്ളേരല്ലേ. നമ്മളൊക്കെ അത് കഴിഞ്ഞ് വന്നതല്ലേ. നയപരമായിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കി ഈ സൈക്കോതെറാപ്പിയും കൗൺസിലിങ്ങും ഒക്കെ പ്രയോജനപ്പെടും. അതൊക്കെ പഠിക്കാൻ പറ്റുന്നവരാണ് പഠിക്കാൻ. ചിലർക്കൊക്കെ ഇപ്പോൾ ഫ്രീ ആയിട്ട് ക്ലാസ്സുകൾ ഇഷ്ടം പോലെയുണ്ട്. ഇതൊക്കെ ഇഷ്ടം പോലെ ഓൺലൈൻ വഴിയുണ്ട്. 10 പൈസയും ചിലവില്ല, സമയം ചിലവ് മാത്രമേ ഉള്ളൂ. എടുത്താൽ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ഈ ചിലരൊക്കെ ക്ലാസ് എടുക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, ഹോമിയോപ്പതി കൊണ്ടൊന്നും ഒരു ചുക്കും നടക്കലെന്ന് പറയുന്നവർ ഇതിനകത്ത് വരുന്നുണ്ട്. അതൊക്കെ വെറുതെയാ. അവർക്ക് അനുഭവം ഇല്ലാത്തതിന് നമ്മുടെ കുഴപ്പമാണ്. അവർക്കറിയാമെന്നല്ലേ, നമ്മളെന്നാ ചെയ്യുന്നു. നമുക്ക് ഒന്നാം തരം ഞാൻ ഇതേവരൊക്കെ ഇങ്ങനെയുള്ള കേസുകളിലൊന്നും ഫെയിലിയർ ആയിട്ടില്ല. ഉള്ള കാര്യം സത്യമായിട്ടാണ് പറയുന്നത്. സാറേ, സ്കൂളിൽ പോകാൻ മടിക്കും സാർ എന്നാ കൊടുക്കുന്നത്? ഞാൻ അതിന്റെ കാരണം ചോദിക്കും. ഒരു കൊച്ചിന് സ്കൂളിൽ
1-ാം ക്ലാസ്സിൽ പോയപ്പോൾ അതിനൊരു പനി വന്നു. ആദ്യത്തെ ഒരാഴ്ച പോയി കഴിഞ്ഞു. ക്ലാസ്സിൽ പോയില്ല. അച്ഛനും അമ്മയും വെളിയിലാണ് ജോലി ചെയ്യുന്നത്. വല്യച്ഛൻ്റെ വല്യമ്മയുടെ കൂട്ടത്തിലാണ്. അതിനോട് സ്കൂളിൽ പോകാൻ പറഞ്ഞാൽ ഉടനെ അത് ഓടി പെരയുടെ മുകളിലോട്ട് എൻ്റെ അടുത്ത പറമ്പ് വെറുതെ കിടക്കുക. അതിൻ്റെ അകത്ത് മുഴുവൻ കാടാണ്. അങ്ങോട്ട് ഓടിക്കളയുക. മഴയാണെങ്കിൽ മഴവത്തോട്ട് അങ്ങ് ഓടിക്കളയും. പിന്നെ അവർ പറയാറായി. അതിനാദ്യം ഞാൻ ചെയ്തത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കൊച്ചിയെ ആ സ്കൂളിൽ നിന്ന് മാറ്റി. അതിന് ആ പനി കഴിഞ്ഞ് ചെല്ലാതിരുന്നപ്പോൾ ആ ടീച്ചർ സ്കൂളിലോട്ട് വിളിച്ച് ഫോണിൽ കൂടെ വിളിച്ച് പറഞ്ഞ് ഞങ്ങളെല്ലാം കൂടെ ഞങ്ങളുടെ വണ്ടിയുണ്ട്, വണ്ടിയെ ഇട്ടിട്ട് അങ്ങ് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു സ്കൂളിലോട്ട്. കൊച്ചു പേടിച്ചു പോയി. ഞാൻ ആദ്യം വിചാരിച്ചത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടോയെന്ന് അറിയത്തില്ല ഈ കേസ്. ഞാൻ ആദ്യം വിചാരിച്ചത് പേടി കൊണ്ടാണെന്ന് വിചാരിച്ചു. അല്ല, ഹോം സിക്നെസ് കൊണ്ട് കാപ്സിക്കം കൊടുത്തു. ഹോം സിക്നെസ്സിന് കാപ്സിക്കം നല്ലതാ, പ്രവണിയ നല്ലതാ, അതൊക്കെ കൊടുത്തിട്ട് കുറവില്ല. പക്ഷെ അത് ഫിയർ കൊണ്ടാവാതിരുന്നു. അതിനെ പേടിപ്പിച്ചില്ലേ, ആ ഫിയറിൻ്റെ വെച്ചിട്ട് അക്കണൈറ്റ് കൊടുത്തപ്പം അത് ഏറ്റു. പിറ്റേ ദിവസം തൊട്ട് സ്കൂളിൽ പോകാൻ തുടങ്ങി. 1-2 ദിവസം കൊണ്ട് സ്കൂളിൽ പോകാൻ തുടങ്ങി. സ്കൂൾ മാറി കേട്ടോ. അവിടുത്തെ ഹെഡ് മാസ്റ്റർ തന്നെ ആ കേസ് ഇങ്ങോട്ട് റെഫർ ചെയ്തു. സ്കൂൾ മാറി, സാഹചര്യം മാറണം. ചിലതിൻ്റെ വീട്ടിലെ സാഹചര്യം, അച്ഛനും അമ്മയും എപ്പോഴും വഴക്കും തല്ലും കള്ളുകൂടിയൊക്കെ ആണെങ്കിൽ മക്കളും ആ അന്തരീക്ഷത്തിൽ പഠിച്ചാൽ ശരിയാകില്ല. എനിക്ക് ഒരുപാട് കേസുകൾ അറിയാം. വീട്ടിൽ അച്ഛനും അമ്മയും കൂടെ എന്നും വഴക്കാം, കള്ളുകൂടിയും പാത്രം തല്ലിപ്പൊട്ടിയിലും ഒക്കെയാണ് പരിപാടി. എൻ്റെ അടുത്തെറിയൊക്കെ എന്ത് സമാധാനത്തിൽ പിള്ളേർ അവിടെ പഠിക്കും. പിള്ളേർക്ക് അന്നേരം വാസനകളൊക്കെ വേറെ പല വാസനകളും അവരിൽ നിന്ന് കണ്ടുപിടിക്കും. അപ്പം ഇപ്പം 10 ഇതായല്ലോ, 1 മിനിറ്റ് കൂടുതലും. സാർ അടുത്ത പ്രാവശ്യം ഇതും എല്ലാം കൂടെ ഒന്ന് പറയണേ സാറേ. ഇപ്പൊ ഞാൻ ആരും ഇല്ലാതെ വരുമ്പോ ഞാൻ എന്ത് വിളിച്ചാലും പറ്റിയെന്ന് പറയുന്നില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ കാണുമ്പോ എല്ലാരും ഇത്രയും പേരെ കാണുമ്പോഴും ഈ ക്ലാസ് ഒക്കെ എടുക്കുമ്പോഴും എനിക്ക് മനസ്സിനൊരു ഉല്ലാസമാണ്. താങ്ക് യു വെരി മച്ച് ഫോർ ദി ഓർഗനൈസേഷൻ ആൻഡ് മോഡറേറ്റർ. എല്ലാവർക്കും ഞങ്ങൾക്കും അതുപോലെയാണ്. ഞങ്ങൾക്ക് സാറിനെ കാണുന്ന ഒരു ഉത്സവമാണ്. ജയചന്ദ്രൻ ഡോക്ടർ സാറിനൊരു നന്ദി പറയണേ. ജയചന്ദ്രൻ ഡോക്ടറെ. അതെ. ഡോക്ടറെ ഇപ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ കാണാനും ഡോക്ടറെ വിലയേറിയ അനുഭവങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നതിനും ഡോക്ടറെ എത്ര അഭിനന്ദിച്ചാലും മതിയാകത്തില്ല. ഹോമിയോപ്പതിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച പല ഡോക്ടർമാരുടെ കൂട്ടിൽ പ്രധാനിയാണ് അങ്ങ് ഇനിയും വരണം, ഞങ്ങൾക്ക് ഇതുപോലെയുള്ള ബോധവൽക്കരണങ്ങൾ തരണം എന്ന് താഴ്മയെ അപേക്ഷിച്ചുകൊണ്ട് സാറിന് നമ്മളുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചു കൊള്ളുന്നു. വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ സാറിന്റെ ഗുഡ് നൈറ്റ് പറയുന്നു. സാറിന്റെ ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കണേ. നിങ്ങളുടെ പ്രോത്സാഹനമാണ് എൻ്റെ എനർജി. ക്ലാസ് എടുക്കാനുള്ള ശുഷ്കാന്തിയും അബുദ്ധിയും ഉണ്ടാകുന്നു. താങ്ക് യു വെരി മച്ച് എല്ലാവർക്കും കേട്ടോണ്ടിരുന്നത്. ഇപ്പൊ 24-25 പേരുണ്ട്. 10-34 പേരുണ്ടായിരുന്നു. ഇപ്പൊ 24 പേരുണ്ട്. എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ വളരെ നന്ദി, നമസ്കാരം, ഗുഡ് നൈറ്റ്. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ജയചന്ദ്രൻ ഡോക്ടറെ, എന്തായാലും നമ്മുടെ ഈ ഇത്രയും നല്ല ക്ലാസ് എടുത്ത സാറിന് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. വീണ്ടും സാർ എത്രയും വേഗം ക്ലാസ്സിൽ വരണമെന്നും അപേക്ഷിക്കുന്നു. ഇന്നത്തെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ 1852 പ്രതിദിന സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി.